പ്രിയപ്പെട്ടവരെ, കൃപാഭിഷേകത്തിൻ്റെ ഓരോ ഊടുകളും നമ്മളിങ്ങനെ പല ദിവസങ്ങളായിട്ട് നെയ്യാൻ വേണ്ടി തറിയിലങ്ങനെ ഇട്ടിരിക്കുക. അതിൻ്റെ പാവുകൾ നമ്മൾ നെയ്ത് കയറ്റുമ്പോഴാണ് കൃപയുടെ വസ്ത്രം പൂർണ്ണമായിട്ട് അതിൻ്റെ വചനങ്ങളിലേക്ക് നമുക്ക് ഉൾക്കാഴ്ചയും അനുഭവവും കിട്ടുന്നത്. നമ്മൾ ആരംഭിച്ചെടുത്ത് തന്നെ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് ഈ ധ്യാനം, മരിയൻ കൃപാഭിഷേക ധ്യാനം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം നമ്മൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ഈ വിഷയം എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് അനുഭവത്തിന് കുറച്ചുകൂടി ഏകാഗ്രത വരുന്നത്. അമ്മ മാതാവിന് ഒരു കൃപ ഇങ്ങനെ സാമാന്യമായ രീതിയിലല്ല കൃപയെക്കുറിച്ച് ഈ ധ്യാനത്തിൽ ഡീല് ചെയ്യുന്നത്, മറിച്ച് വിശേഷമായ രീതിയിലാണ്. ജനറൽ അല്ല, പർട്ടിക്കുലർ ഗ്രേസ്, വിശേഷ കൃപ. വിശേഷ കൃപ എന്ന് പറയുന്നത് മനുഷ്യാവതാര വേളയിലെ ഒരു സ്ത്രീക്ക് ആവശ്യമായ ദൈവകൃപ, മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള പങ്കാളിത്തത്തിന് ആവശ്യമായ ദൈവകൃപ, അതിൻ്റെ പാത്രമായത് പരിശുദ്ധ അമ്മയാണ്. അതിനെ നിലനിർത്തി വളർത്തി പൂർണ്ണതയിലെത്തിച്ചതും പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് കൃപയുടെ ആർജവം, കൃപ ആർജിക്കുന്നതും കൃപ പരിപോഷിപ്പിക്കുന്നതും കൃപ പരിപാലിച്ച് നിലനിർത്തി ദൗത്യം പൂർത്തീകരിക്കുന്നതും എല്ലാത്തിൻ്റെയും ഒരു റോൾ മോഡൽ നമ്മൾക്ക് ആക്സസ് ആകാനുള്ള, നമുക്ക് ഈശോനെ എപ്പോഴും മാതൃകയാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈശോനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയപരമായിട്ട് പറയാം, പക്ഷേ പ്രാക്ടിക്കൽ വരുമ്പോൾ നമ്മൾ പമ്മം. കാര്യം എന്താ? ഈശോ ത്രിത്വത്തിൻ്റെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനാണ്. എത്ര കാലം, ഏത് റേഞ്ച് വരെ നമുക്ക് സാധാരണ മനുഷ്യന് ഈശോനെ അപ്രിഹെൻഡ് ചെയ്യാൻ, ഈശോയുടെ ആ നിലവാരത്തിൽ വളരാൻ കഴിയും? ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് അങ്ങനെ ആഗ്രഹിക്കാം. അതായത് ഈശോ പറയുന്നില്ല, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും. അതൊരു ആശയമാണ്. നമുക്ക് എങ്ങനെ ദൈവത്തെപ്പോലെ പരിപൂർണരായിരിക്കാൻ പറ്റും? ഇനി അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ നല്ല സഹായം വേണം. അത് നടപ്പിൽ വരുത്തണമെങ്കിൽ തന്നെ. ഞാനതൊക്കെ വേറെ രീതിയിലാണ് മനസ്സിലാക്കണത്. ഇപ്പം യോഹന്നാൻ 5:49 5:49 48, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും. ഈശോ മരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞായിരുന്നു. എന്നാ പറഞ്ഞ? അവസാനം പറഞ്ഞ എന്താ? ഈശോ മരിക്കുമ്പോൾ അവസാനം പറഞ്ഞ എന്താ? എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് അല്ലേ? എല്ലാം പൂർത്തിയായി.
അപ്പം ഞാൻ ചില സമയത്ത് പറഞ്ഞു, ഈശോയെ സത്യം പറഞ്ഞാൽ വല്ലതും പൂർത്തിയായിരുന്നു. ഒന്നും പൂർത്തിയായിട്ടില്ലായിരുന്നു. അത് പരിശുദ്ധാത്മാവിലുള്ള വല്ലാത്തൊരു പെശക് പ്രത്യാശയാണ്. എടാ, ഈ പത്രോസിനെയൊക്കെയാണ് ഈ സഭ ഏൽപ്പിക്കാൻ പോണത്. അവരാണെങ്കിൽ ഇപ്പോഴത്തന്നെ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഏത് സമയത്തും മറുകണ്ഠം ചാടാൻ പറ്റിയ രൂപത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ്. കർത്താവ് ഒരു കാരണവശാലും വീട്ടിൽ പോരെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അവർ വീട്ടിൽ പോയി. കഴിഞ്ഞ കാലങ്ങളിലെ കന്യാസ്ത്രീമാരും ഈ കാലത്തിലെ കന്യാസ്ത്രീമാരും തമ്മിലുള്ള ചെറിയ വ്യത്യാസം, ഇപ്പോൾ കന്യാസ്ത്രീമാർക്ക് ഇടയ്ക്ക് വീട്ടിൽ പോക്ക് കൂടുതലാണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. സിസ്റ്റേഴ്സ് വിഷമിക്കാൻ പറഞ്ഞതല്ല. വീട് സന്യസ്തർക്കും സമർപ്പിതർക്കും നല്ല സ്ഥലമല്ല. അത് നമ്മൾ ഇട്ട് പോകുന്നതാണ്. പിന്നെ ആങ്ങളുടെ കൊച്ചിനെയും കളിപ്പിച്ച് നടക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ഇട്ട് പോകുന്നതാണ്. പിന്നെ അവിടെ പോയി അവരുമായിട്ടൊക്കെ, അവരുടെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ സന്യസ്തർ, നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് സംസാരിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് സഭയുമായിട്ട് സിങ്ക് ചെയ്യാതെ വരും. കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥനാ ജീവിതവും ചിന്താ പദ്ധതികളുമൊക്കെ മാറും. ഈ ടി വിയും വാട്സപ്പും ഫേസ്ബുക്കൊക്കെ കൊള്ളാം. അത് ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ സന്യസ്തർ അതിൽ വല്ലപ്പോഴുമൊക്കെ ദൈവത്തിന് വേണ്ടി, അതായത് ഇതിലൂടെയൊക്കെ ചില സമയത്ത്, ഇപ്പം ഞങ്ങൾ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നിവാസം പറയത്തില്ല. കഥകൾ എന്തുകൊണ്ടാണ് പറയാത്തത്? കഥകൾ എന്തുകൊണ്ട് പറയണ്ട? പിന്നെ സെൻറ്റിമെൻ്റൽ കാര്യങ്ങൾ പറയത്തില്ല, സെക്സ് പറയത്തില്ല. എന്താ പറയാത്തത്? ഇത് പറയുമ്പോൾ വേറെ ഒരു അരൂപി അതിലൂടെ ചാനൽ ചെയ്ത് വരും. എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയെ, അഭിഷേകത്തെ അതിങ്ങനെ വെള്ളം ചേർക്കും. അത് നമുക്ക് നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതായത് ശുശ്രൂഷ അരൂപി വിട്ടുപോയാൽ നമുക്ക് അതിൻ്റെ ബാക്കിങ്സ് ഇവിടെ അനുഭവിക്കാൻ പറ്റും. സുവിശേഷം നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചാണ് ചെയ്യണത്. കാലക്കെട്ടി വീണക്കെട്ടി സംഭവം ചെയ്യണത്. ഇപ്പോൾ കണ്ടില്ലേ പോയെന്ന് വെച്ചു വന്നത്. കാര്യം നമ്മുടെ കയ്യിൽ എത്ര കൊല്ലം നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ 84 തുടങ്ങിയ ധ്യാനമാണ്. 84 തൊട്ട് 94, 2004, 2014, അപ്പോൾ 34 കൊല്ലമായി ധ്യാനിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും ഓരോ ടോക്കിൻ്റെ സമയത്തും അകത്തിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ പോയി കാലക്കെട്ടി വീണും ഇവിടെ മുട്ടയെ വന്ന് നിരങ്ങും. അങ്ങനെ പല പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് ആത്മാക്കളെ പാച്ചപ്പ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന എൻസൈമുകളെല്ലാം ആത്മാവിനെ മുറിവുകളെ സുഖപ്പെടുത്തുന്നതായിരിക്കണം. നമ്മൾ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആത്മാവ് വിളക്കാൻ തേക്കണത് പൊറുക്കാൻ കഴിക്കണത് പഴുക്കാനായി വരും. അതാണ് ഈ അരൂപി മാറ്റുന്നത്. എൻ്റെ മക്കൾ ഇപ്പം തിരിച്ചു പോകുമ്പോഴും അരൂപിയെ ശ്രദ്ധിക്കണം ശരിക്കും. 3 അരൂപി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 3 അരൂപി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസാരം, വാക്ക്, ചെയ്വന, എല്ലാ കാര്യങ്ങളിലും 3 അരൂപി. അതുകൊണ്ട് എപ്പോഴും ഡിസേൺമെൻറ്റിലേ പോകാൻ പറ്റത്തുള്ളൂ. എന്താ 3 അരൂപി എന്ന് പറയണത്? നിങ്ങൾക്കറിയാം 3 അരൂപിയെക്കുറിച്ച് എന്താണ്? ലോകാരൂപി. ഈ ലോകാരൂപി തന്നെ മൂത്ത് വരുമ്പോൾ, കള്ള് മൂത്ത് വരുമ്പോൾ ചാരായമാകും അല്ലേ? അതുപോലെ ലോകാരൂപി ദുഷ്ടാരൂപി ഡയറക്റ്റ് അടിക്കത്തില്ല. ദുഷ്ടാരൂപി നമ്മൾ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടാണ് യവന് വരാനുള്ള അവസരം വരണത്. ആദ്യം നിരുപദ്രവകരമായിട്ട് വരണത് മനുഷ്യാരൂപിയാണ്. മനുഷ്യാരൂപി അത് ദൈവപ്രകാശം കിട്ടാതെയാണ് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ
2 ഇല കഴിയുമ്പോൾ അത് പിന്നെ ലോകാരൂപിയായിട്ട് വരും. ലോകാരൂപി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ദുഷ്ടാരൂപിയായിട്ട് വരും. ദുഷ്ടാരൂപി വന്നാൽ, ലോകാരൂപി വന്നാൽ നമുക്കറിയാൻ പറ്റത്തില്ല, ദുഷ്ടാരൂപി വന്നാൽ നമുക്കറിയാൻ പറ്റും. ലോകാരൂപി എന്ന് ഭയങ്കര കള്ളനാണ്. അതിങ്ങനെ വന്നാൽ നമുക്ക് പോലും അറിയത്തില്ല. ചില ആൾക്കാർ പറയല്ലേ, ഡോക്ടർ പറയും ഈ പനി തുടങ്ങിയിട്ട് 10-21 ദിവസം ആയല്ല. ശരിയാ, പനി ബോഡിയിലുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല, അറിഞ്ഞില്ല. ഇപ്പം അത് ന്യൂമോണിയ, വേറെ ചില സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി ദുഷ്ടാരൂപിയിലേക്ക് മാറിയപ്പോഴാണ് നമ്മളതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ ലോകാരൂപി ആണ് ഏറ്റവും, ദുഷ്ടാരൂപി അത്രയും അപകടകാരിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നാൽ പിന്നെ നമ്മളെ കൊണ്ട് പോയിക്കോളും, പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മളെ കൊണ്ട് പോയിക്കോളും, പിന്നെ നമുക്ക് പിന്നെ അതിൻ്റെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, പള്ളിക്കൊണ്ട് കണക്ക് തീർത്താൽ മതി. പക്ഷേ പ്രശ്നക്കാരനാരാണ്? ലോകാരൂപിയാണ്. ലോകാരൂപി തുടങ്ങണത് അതിൻ്റെ കിൻഡർഗാർട്ടൻ, LKG, UKG ഒക്കെ മനുഷ്യാരൂപി വെച്ചാൽ തുടങ്ങണത്. മനുഷ്യാരൂപി നിരുപദ്രവകരമായ മനുഷ്യപ്രകൃതി തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇപ്പം അമ്മമാർക്ക് സ്വതസിദ്ധമായിട്ട് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? പുരുഷന്മാരെക്കാൾ പ്രകൃതിപരമായിട്ട് സ്വാർത്ഥത ആർക്കാണ്? സ്ത്രീക്കാണ്. സ്ത്രീ മോശക്കാരത്തി ആയതുകൊണ്ടല്ലോ, അവളുടെ കുഞ്ഞിനെ വളർത്തണമെങ്കിൽ മിനിമം സ്വാർത്ഥത വേണം. വേറെ പ്രശ്നമൊന്നുമില്ല. പുരുഷനേക്കാളും സ്വാർത്ഥത സ്ത്രീകൾക്കാണ്. എന്താ കാര്യം? ഇപ്പം നമ്മുടെ കുഞ്ഞ് നിലവിളിക്കണം, അമ്മിഞ്ഞപ്പാൽ കൊടുക്കണം, അപ്പോൾ അപ്പുറത്തെ കുഞ്ഞ് നിലവിളിക്കണം. നമ്മൾ കൊണ്ട് ഈ അമ്മിഞ്ഞപ്പാൽ ആർക്ക് കൊടുക്കും? നമ്മുടെ കുഞ്ഞ്, നമ്മൾ പെറ്റ കുഞ്ഞിനാണ് ആദ്യം കൊടുക്കേണ്ടത്. ആ സ്വാർത്ഥത നിങ്ങൾക്ക് ഉണ്ടാകണം. അത് പ്രകൃതി ആദ്യമേ തന്ന സ്വാർത്ഥതയാണ്. പക്ഷേ ഈ സ്വാർത്ഥത കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കുറച്ചുകൂടി വളരും. വളർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സെറ്റെല്ലാം അവോയ്ഡ് ചെയ്ത് കളയും. നിങ്ങളുടെ നശിപ്പ് നിങ്ങളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. നിങ്ങളുടെ തകർച്ച നിങ്ങളുടെ തന്നെ ഇരിക്കുകയാണ്, പുരുഷന്മാരെക്കാൾ കൂടുതൽ. അവൻ്റെ മക്കളതൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളത് മനസ്സിലാക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം തീർന്നു. അപ്പോഴേ ഇവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ലോകാരൂപിയിൽ വരുമ്പോൾ വരണത് നമ്മളുടെ ഔന്നത്യം ഇപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് പ്രോബ്ലം ഉണ്ടാക്കുകയും പെട്ടെന്ന് എല്ലാം ഇഷ്യൂ ആക്കത്തില്ലേ? എല്ലാ വിഷയം ഇപ്പോൾ എത്ര ആധ്യാത്മികമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പ്രാർത്ഥനയും ആധ്യാത്മികമായിട്ട് ചില സമയത്ത് ബന്ധമില്ല കേട്ടോ. പറഞ്ഞു ഇപ്പം നല്ല ആധ്യാത്മികതയുള്ള ആളാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തൊരു പ്രാർത്ഥനയാണ്, 4 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഇത് രണ്ടും 2 ചാനലാണ്. പ്രാർത്ഥനയും ആധ്യാത്മികമായിട്ട് അരൂപിയുമായിട്ട് ബന്ധമുണ്ടാകത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന അരൂപി അത് വേറൊരു വിഷയം. ഇവർ ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ 4 മണിക്കൂർ വീട്ടിൽ പള്ളിയിരുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിൻ്റെ പാത്രത്തിൽ കുട്ടികളുടെ നിന്ന് നോക്കിയാൽ മതി, ചേട്ടൻ്റെ പാത്രത്തിൽ അല്ലെ പെങ്ങളുടെ പാത്രം എടുത്ത് കഴുകി കൊടുത്തപ്പോൾ അമ്മക്ക് തെറ്റിപ്പോയി. അപ്പോൾ അവളാണ് ഭക്ഷണം കഴിക്കുന്നത്. ഉടനെ ഇവൻ അവിടെ പോയി തലകുത്തി മറിഞ്ഞ് പിടുത്തവും വലിയ ഉണ്ടാക്കി, എൻ്റെ പാത്രം ഇതാണെന്ന് പറഞ്ഞ് ആ പാത്രം മേടിച്ചേക്കണം. അപ്പോൾ ഈ 4 മണിക്കൂറത്തെ പ്രാർത്ഥനയും ഒറ്റ പാത്രത്തിന് ഇടിയിൽ ആ സാധനം പോയി. ഇത് തന്നെയാണ് തലയണിക്കുള്ള ഇടിയും. രാത്രിയാകുമ്പോൾ എല്ലാം വളരെ ഭംഗിയായി പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ കിടക്കാൻ നോക്കിയപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവനും അവളും കൂടി തലയണി കടിക്കുക. എന്താ തലയണി മാറിപ്പോയതാണ് പ്രശ്നം. എൻ്റെ പുതപ്പ് എൻ്റെ തലയണി ഈ സാധനമില്ല. ഇവരാരും വിട്ടുകൊടുക്കാനോ കോംപ്രമൈസിനോ ഒന്നും തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥനയും ആധ്യാത്മികതയും തമ്മിൽ ബന്ധമില്ലാന്ന്. ആൾക്കാർ വളരാത്തതിൻ്റെ കാര്യം, അതായത് നമ്മളുടെ ഈഗോ സ്പർശിക്കാൻ
ദൈവത്തിന് ഒരു ഓപ്പൺനെസ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പണ്ടൊക്കെ ഓപ്പൺനെസ് ടു സ്പിരിറ്റ് എന്ന് പറയും. ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഒരു തുറവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറ്റൻറ്റിക്കോസ്റ്റ് ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിത്യസ്വാഗതം കൊടുക്കുന്ന രീതിയിൽ സമർപ്പണവും പ്രാർത്ഥനയുമായിട്ട്. സമർപ്പണം ഇല്ലാത്തവർക്ക് പ്രയർ ലൈഫ് കൊണ്ടുള്ള കുഴപ്പം, പ്രാർത്ഥന ജീവിതത്തെ സ്പർശിക്കത്തില്ല. പ്രാർത്ഥനയുടെ കറണ്ട് ജീവിതത്തിൻ്റെ അപ്പാരൻസ് കയറി ഇറങ്ങണത് സമർപ്പണമെന്നുള്ള ഒരു വിഷയത്തിലാണ്. ഇവിടുന്നാണ് ക്ഷമയൊക്കെ വരണത്. അല്ല, നമുക്ക് എക്സ്ട്രാ ക്ഷമയൊന്നുമില്ല. അതായത് സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളിലെ ഇപ്പോൾ അമ്മ ആധ്യാത്മികതയിലാണ് നമ്മൾ ഈ സംഭവം ചെയ്യണത്. അപ്പം അമ്മ ആദ്യമേ പറഞ്ഞ വാക്കാണ് എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. ഇതാ കർത്താവിൻ്റെ. എന്നിട്ട് പറഞ്ഞു, ബി ടു ഡൺ അക്കോർഡിംഗ് ടു മീ, അക്കോർഡിംഗ് ടു ദൈ വേർഡ്. നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പം ആ ഒരു സമർപ്പണത്തിൽ നിന്നാണ്. ഈ സമർപ്പണമുള്ള വ്യക്തികളിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വളരത്തുള്ളൂ. ഇപ്പം ക്ഷമ, ഇപ്പം ഗലാത്യർ 5:23 നമ്മൾ വായിക്കണില്ലേ? എന്താ? ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ഈ സാധനമൊക്കെ വിളമ്പണത് ഏത് പാത്രത്തിലാണ്? സമർപ്പണമെന്ന പാത്രത്തിലാണ് വിളമ്പണത്. അതാണ് പ്രശ്നം. സമർപ്പണം, അതായത് ആദ്യമേ ദൈവത്തിൽ, വചനത്തിൽ, കൃപയിൽ, അഭിഷേകത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം തന്നെ പരിശുദ്ധ അമ്മയുടെ മെദ്യരെടുക്കണം. ആദ്യമേ കയറി അമ്മ അവസാനവരല്ല പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം തിയറട്ടിക്കലായിട്ട് തത്വത്തിൽ ഈ സംഭവം അംഗീകരിക്കും അമ്മ, പിന്നെ പ്രാക്ടിക്കലായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം അമ്മ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ അധ്യായം എഴുതി ചേർക്കണത് എങ്ങനെയാണ്? കർത്താവിൻ്റെ മൃതശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിച്ചിട്ട് നമ്മളെല്ലാം കൂടി വ്യാകുല മാതാവിനെ ഉണ്ടാക്കി കുളമായി. അങ്ങനൊരു സംഭവം ഇല്ലേ? നമ്മളെ ഈ വ്യാകുല മാതാവെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പള്ളിയിലൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. അതിവർ എണ്ണിച്ചുട്ട് അപ്പം പോലെ ഉണ്ടാക്കിയതാണ്. എങ്ങനെ ഉണ്ടാക്കി? 7 കർത്താവിൻ്റെ 7 സ്വരങ്ങൾ, കുരിശിലെ 7 മൊഴികൾ, മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങൾ. പണ്ട് കുറേ ആൾക്കാർക്ക് ഇതിൽ അസുഖം ഉണ്ടായിരുന്നു, എല്ലാം 7 ആക്കണമെന്ന്. യഹൂദൻ്റെ രോഗമാണ്. യഹൂദന് എല്ലാം സാബത്താക്കി കളയണമെന്ന് രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 7ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ച്. അവൻ്റെ സാപത്ത് ഇങ്ങനെ ആനക്കാര്യമാണെന്ന് പറയാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞ സാപത്ത് ആനക്കാര്യമൊന്നുമില്ല, മനുഷ്യനെ വലിയ കാര്യമെന്ന് പറഞ്ഞു. സാപത്ത് ഞാൻ അത് സാപത്തിൻ്റെ അതിനാഥനാണ്. മനുഷ്യൻ സാപത്തിന് വേണ്ടിയുള്ളതല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയുള്ള. കർത്താവ് എല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. എന്നാലും നമ്മൾ പിന്നെ തൂക്കി പിടിച്ചുകൊണ്ട് 7 വ്യാകുലം, 7 സപ്തമൊഴി എല്ലാം എണ്ണിക്കുട്ടി 7ആക്കാൻ നോക്കും. സത്യം പറഞ്ഞാൽ അമ്മ കരയത്തില്ല മക്കളെ, ആളെ വിട്ടുപിടിക്കേണ്ടി വരും. നമ്മളെവിടെ നിന്ന് ഉണ്ടാക്കിയതാണിത്? ക്ഷമയും പറഞ്ഞ ഒരു പൊട്ട വർത്തമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ക്ഷമയം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത വർത്തമാനമാണ്. നിൻ്റെ ഹൃദയത്തിൽ വാൾ പ്രവേശിക്കും, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിനിങ്ങനെ ഇട്ടുണ്ട് വ്യാകുലമാക്കി നിലയം വിളിച്ച് ഇങ്ങനെ നിലവിളി മാതാനം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ല. നിലവിളി മാതാനം ഉണ്ടാക്കിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പിന്നോട്ട് പോകും, നമ്മൾ മുന്നോട്ടുള്ള യാത്ര. ആത്മീയ യാത്ര മുറിവുകൾ. സെബസ്ത്യാനോസിൻ്റെ അപ്പോസ്തലന്മാരുടെ സഭയാണിത്. ഇത് പിന്നെ പുറകോട്ട് പോകത്തില്ല. നിലവിളി മാതാനം ഉണ്ടാക്കിയുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പണ്ട് അഡ്രബാസിയുടെ സിനിമ പോലെയാണ്. അഡ്രബാസ് പെണ്ണുമ്പുള്ള സിനിമ കാണാൻ പോയി നിലയം വിളിച്ച് വീട്ടിൽ വന്നപ്പോൾ അഡ്രബാസ് പറഞ്ഞ് കാര്യം പോയി കണ്ണീരുമായി. പഴയ സിനിമയിലുള്ളൊരു ഡയലോഗാണ്. അഡ്രബാസിയുടെ പെണ്ണുമ്പുള്ള സിനിമ കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ സിനിമയിലെ ട്രാജഡി കണ്ട് വീട്ടിൽ വന്നിരുന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ അഡ്രബാസ് പറഞ്ഞു കാജും പോയി കണ്ണീരുമായി. ഇതുപോലെയാണ് വ്യാകുല മാതാവിനെ നമ്മൾ മോഡലാക്കിയുള്ള കുഴപ്പം. നമ്മൾക്ക് ആ വിഷമവും വേദന, അതിനേക്കാൾ വലിയ വേദന മാതാവിന്. പിന്നെ ആരാരോ ആശ്വസിപ്പിക്കണം. അമ്മ ഈ സൈസൊന്നും എടുക്കത്തില്ല, പൊടാവില്ലെന്ന് പറയും. ഈ സൈസൊന്നും എടുക്കില്ല. അതല്ല പറഞ്ഞ അപ്പ അമ്മയെ കണ്ട ദിവസം പറഞ്ഞേ യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഉപകരണമാണിത്. അടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം നിലയം പിടിച്ചിരുന്നത് എങ്ങനെ ശരിയാണ്?
സാത്താൻ്റെ തല തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉപകരണമാണിത്. ഇതെല്ലാ കാലാവസ്ഥയിലും വർക്ക് ചെയ്യും. ഏതും മഞ്ഞിലും വർക്ക് ചെയ്യും, മഴയത്തും വർക്ക് ചെയ്യും. ഇവളെ കൊണ്ടുപോയി ചണാക്കുഴിയിട്ട് പ്രസവിപ്പിച്ചപ്പോഴും ഹി വാസ് കൂൾ. ഞാൻ അമ്മ ഒരു ആവേശമാണ് ശരിക്കും പറഞ്ഞാൽ. വൈ ഐ പ്രൊമോട്ട് മേരി അല്ല ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ അറിയില്ല. ഒരു അക്ഷരം മിണ്ടത്തില്ല, ഒരു പരാതിയുടെ വാക്ക് പറയത്തില്ല. ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് പറയണില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? നോ കംപ്ലൈൻറ്റ്, ഒബേ, ഫസ്റ്റ് ഒബേ. മിലിറ്ററി പോലും പറയും നമ്മൾ ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈൻ്റ് എന്ന്. ഇവിടെ ഒബേ മാത്രമേ ഉള്ളൂ, കംപ്ലൈൻ്റ് ഇല്ല. കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു അവതാരം കെട്ടിയിട്ട് ജീവിക്കേണ്ട കാര്യം അമ്മയ്ക്കില്ല. അവൾ മുന്നോട്ട് പോകും. ദ മാരിയ സ്പിരിറ്റ്. നമ്മളെ മരിയൻ കൃപാഭിഷേകത എന്ന് പറയുമ്പോൾ നമ്മൾ അസ്പയർ ചെയ്യണത് എന്താ? അമ്മയിൽ വസിച്ചൊരു ആത്മാവുണ്ട്. വി മസ്റ്റ് ഹാവ് ഇറ്റ്. അമ്മയിൽ മരിയൻ സ്പിരിറ്റ്, മരിയൻ പരിശുദ്ധാത്മാവ്. ബൈബിൾ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ്. പരിശുദ്ധാത്മാവിനെ ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ പേര് വിളിക്കും. ഇപ്പോൾ ആലുവ പുഴ, മലയാറ്റൂർ പുഴ, കൊടുങ്ങല്ലൂർ പുഴ എല്ലാം എന്താണ്? പെരിയാറാണ് ഇല്ലേ? നമ്മൾ മലയാറ്റൂർ പുഴ എന്ന് പറഞ്ഞ സംഭവം, ആലുവ പുഴ എന്ന് പറഞ്ഞ സംഭവം എന്താണ്? അത് ഒഴുകി വരുന്ന കരയിലേക്ക് പോകുമ്പോൾ ആ കരയുടെ പേര് കിട്ടുകയാണ്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന ഒറ്റ ആത്മാവേ ഉള്ളൂ. തൃത്വത്തിൻ്റെ മൂന്നാം ആളെ പരിശുദ്ധ റുഹാദു തമ്പുരാൻ. ആ മനുഷ്യൻ, ആ ദൈവത്തിൻ്റെ അരൂപി, ദൈവ വ്യക്തിത്വം, അതങ്ങ് ആദം മുതൽ വർക്കൗട്ട് ചെയ്ത് വരികയാണ്. മോസസിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ജോഷുവയുടെ കാലം കഴിഞ്ഞപ്പോൾ ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ ശരീരലേപനത്തിലൂടെ നമ്മളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണ്. ഒറ്റ അരൂപിയാണ്. ഈ അരൂപി വരുമ്പോഴൊക്കെ ഇടക്ക് ദ സ്പിരിറ്റ് ഓഫ് ദി ലോർഡ്, സ്പിരിറ്റ് ഓഫ് ജീസസ് എന്നൊക്കെ ബൈബിൾ പറയും. കർത്താവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ്. പൗലോസ് പറയും ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണ്? മറിയത്തിൻ്റെ ആത്മാവ് എന്ന് പറയും. എന്താ ഇങ്ങനെ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്താ? മറിയത്തിൻ്റെ ആത്മാവ്. മറിയത്തിൽ ഇറങ്ങി വസിച്ച് ദൈവനിയോഗം പൂർത്തിയാക്കിയ ആത്മാവിനെയാണ് നമ്മൾ മറിയത്തിൻ്റെ ആത്മാവെന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഓരോരോ വ്യക്തിത്വത്തിലേക്ക് ആത്മാവിന് അനന്തമായ സാധ്യതയാണുള്ളത്. ഈ അനന്തമായ സാധ്യത ഇപ്പം ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണ ദൈവമായത് കാരണം പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ് ക്രിസ്തുവിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ല നമുക്കുള്ളത്. ക്രിസ്തുവിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ല. അപ്പം നമുക്ക് കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ടുള്ളത് എന്താണ്? അമ്മയുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് കുറച്ചുകൂടി നമുക്ക്, അതുകൊണ്ടാണ് അച്ഛൻ അമ്മയുടെ ആത്മാവിനെ പ്രൊമോട്ട് ചെയ്യണത്. മേരിൽ വസിച്ച് ദൗത്യം പൂർത്തിയാക്കിയ ആത്മാവ്. നമ്മൾ മരിയൻ കൃപാഭിഷേകത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. അമ്മ മാതാവിൽ വസിച്ചുകൊണ്ട് ദൗത്യം പൂർത്തിയാക്കിയ ആത്മാവ്. കർത്താവിൻ്റെ ഒരു മകൻ ഒരു കുറവ് ഇറച്ചിയായിട്ട് മരണവേദന അനുഭവിച്ച തലക്ക് മുകളിൽ തൂങ്ങുമ്പോഴും മുട്ടുവിറക്കാതെ അവൻ്റെ ചോര ചവിട്ടി, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ആത്മാവ്. അതൊരു പേശകാത്മാവാണ്. ഞാനെന്നും ഉപവസിക്കുകയും തപസ് ചെയ്ത് മനസ്സുകൊണ്ട് തപസ് ചെയ്ത് അഭിഷേകം സ്വീകരിക്കാൻ നിൽക്കുന്നത് അമ്മേ കുരിശിൻ്റെ ചുവട്ടിൽ നിൻ്റെ ആത്മാവാണ്. കുരിശിൻ്റെ ചുവട്ടിലെ ആത്മാവെന്ന് പറയുന്നത് വല്ലാത്ത ഒരാത്മാവാണ്. കാര്യം ഈ വണ്ടി ഇടിച്ചൊക്കെ ഹസ്ബൻഡൊക്കെ മരിക്കുമ്പോൾ ഞാൻ സന്ധ്യയ്ക്ക് ആ വൈഫിൻ്റെ അടുത്ത് പോയിരിക്കും. കാര്യം നമ്മുടെ ഇടവക ജീവിക്കുന്നത് നമുക്കറിയില്ലായിരുന്നു. നിങ്ങൾ ധ്യാനഗുരുക്കന്മാരെ പോലല്ലേ ഇടവക വികാരിമാർ. എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ഇടവക വികാരി കൂടി ആകാനൊരു ഭാഗ്യം കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ധ്യാനഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ നാട്ടിൽ നിന്ന് വരുന്നു, അച്ഛനെ കാണുന്നു, സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. മറ്റൊന്നും നമ്മൾ പോകണില്ല, അവിടെ ജീവിക്കണം. അവിടെ കൂടെ നാളെ അവരെ കാണേണ്ടതാണ്. അവരെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
ഒരു കാലഘട്ടത്തിൽ അവരെ നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ വിളിക്കണത് അച്ഛാന്നാണ് വിളിക്കണത്, അല്ല ചിറ്റപ്പ എന്നല്ല വിളിക്കണത്. ഞങ്ങൾക്ക് നല്ല ബോധമുണ്ടത്. അതുകൊണ്ട് പരമാവധി എല്ലാ സമയത്തും തന്നെ നിങ്ങളുടെ വിഷമസന്ധികളിൽ നിങ്ങളുടെ ജനനം തൊട്ടും മരണം വരെ ഞങ്ങളുടെ ഈ കൈയുടെ ആശീർവാദത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരു കുഞ്ഞിനെ പെറ്റ് കിട്ടിയ അമ്മ ആദ്യം കുരിശിടും എൻ്റെ നെഞ്ചത്ത്, പിന്നെ കുരിശിടണത് കർത്താവിൻ്റെ പേരിലേക്ക് കുരിശിടുന്ന ആരാണ്? അഭിഷിക്തനായിടണത്. ജ്ഞാനസ്ഥാനം കൊണ്ടുവരുമ്പോൾ നേരത്തെ സൈത്ത് മുക്കി കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കുരിച്ചിട്ട് അവൻ്റെ നെറ്റി കൂതുമ്പോൾ ഞാൻ എൻ്റെ കർത്താവെന്ന് വിളിക്കും. എന്തിനാണ് വിളിക്കണമെന്നറിയാവോ? ഈ ഇട്ടുകൊടുത്തിരിക്കുന്ന അരൂപി മരണം വരെ ഞാൻ മരിച്ചാലും കുഞ്ഞി ഭൂമി ജീവിക്കുമ്പോൾ അവൻ കർത്താവിന് വേണ്ടപ്പെട്ടവനാകണമെന്ന് എൻ്റെ ഹൃദയത്തിൽ വിചാരിച്ച ആ ഹൃദയം കാണുന്ന ഒരാൾ എന്നെ സഹായിച്ചോളൂ. ഉത്തരവാദിത്തപ്പെട്ട ജീവിതമാണിത്. അച്ഛന്മാരെക്കുറിച്ചും ബിഷപ്പുമാരെക്കുറിച്ചും ഒക്കെ ആൾക്കാരും ഫേസ്ബുക്കുകാരും യുക്തിവാദികളും അന്യ ആൾക്കാരും നമ്മുടെ ആൾക്കാർക്ക് തോന്നിവാസം ഒത്തിരി പറയുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഓർക്കും, ഞാൻ ഈ സഭയിൽ വന്നിട്ട് 42 കൊല്ലമായി. ഈ സഭയിൽ വന്നിട്ട്, കത്തോലിക്ക സഭയിൽ വന്നിട്ട്, ഞാൻ വീട്ടിൽ നിന്ന് വന്ന് 15ാമത്തെ വയസ്സ് വന്നിട്ട് എനിക്ക് വയസ്സ് 58ആയി. അപ്പോൾ 59 വയസ്സായി. അപ്പോൾ ഞാൻ ഈ കാലത്ത് എല്ലാം ജീവിക്കുമ്പോൾ എനിക്കിന്ന് വരെ ഈ സഭയിലൊരു മിസ്റ്റേക്ക് തോന്നിയിട്ടില്ല. അതാണ് രസം. ഞാൻ രണ്ടാമത് വന്നിരിക്കുന്നത് എങ്ങനെ ഈ സംഭവം നിലനിന്ന് പോകണമെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കത്തോലിക്ക സഭയെന്ന് പറഞ്ഞ ഈ സംഭവം എങ്ങനെ നിലനിന്ന് പോകണം? ഞങ്ങൾക്കാണെങ്കിൽ ഒരു തൊഴിലുറപ്പുകാരുടെ വേതനം പോലും ഇല്ല. നമ്മുടെ തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്ന വേതനം പോലും കണക്ക് കൂട്ടി ഞങ്ങൾക്കില്ല. എങ്കിലും ഞങ്ങൾ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി ഉടുത്ത് ഒരുങ്ങിയൊക്കെ നടക്കണ്ടേ, മനുഷ്യൻ്റെ കൂട്ടത്തിൽ ജീവിക്കണമല്ലേ. അതുകൊണ്ട് നിങ്ങളെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഉടുപ്പ് മേടിച്ചു തന്നും ചെരുപ്പ് മേടിച്ചു തന്നൊക്കെ ഞങ്ങൾ ജീവിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ല. ഇനി നാളെ കാലങ്ങളിൽ അച്ഛന്മാരുടെ അവസാനം ഗോഡൗണിൽ പോകുന്ന സമയമുണ്ടല്ലോ, സ്ക്രാപ്പ് ഐറ്റമായിട്ട് ഞങ്ങളുടെ നല്ല കാലം കഴിയുമ്പോൾ ഇവരെടുത്ത് ഗോഡൗണിലിടും. അപ്പോൾ അവിടെ വയസ്സ് പോയ കണ്ണും കാണാൻ പറ്റാതെ അവിടെ ഇവിടെയൊക്കെ ഈ വെള്ളം കുടിക്കുന്ന ആൾക്കാരെ പോലെ ചോറിന് മാന്തണ സമയത്ത് തിന്നിട്ടൊക്കെ മാന്തി അവിടെ ജീവിച്ച് കുറച്ച് കാലം ചത്തും പോകും. അപ്പോൾ ഞാനെപ്പോഴും ഒരുങ്ങണ അവസാനത്തെ 10 ദിവസത്തിന് 10 കൊല്ലത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങണേ. എപ്പോഴും അവസാനത്തെ 10 കൊല്ലം ആരും ആശ്രയമില്ലാതെ, ആരും നോക്കാനില്ലാതെ, ആരും തിരക്കാനില്ലാതെ ഒരു വർഷമുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ ലീഡ് ചെയ്യണം. ശരിക്കും ഞാനെപ്പോഴും ഈശോയോട് പറയും, ഈശോ അവസാനത്തെ കാലത്ത് എന്തെങ്കിലും സഹനം തരികയാണെങ്കിൽ അത് ബോധം കളയരുതെന്ന് പറയും. ബോധത്തോടു കൂടി നമ്മൾ അതിനെ അഭിമുഖീകരിക്കും. എന്താ കാര്യം? അപ്പം മാത്രമേ നമ്മുടെ ബലി പൂർത്തിയാകത്തുള്ളൂ. ഈ ബലി ജീവിതം ഈ ഭൂമി ജീവിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്താ മെച്ചം? ഇനി എന്തെങ്കിലും വ്യക്തിപരമായിട്ട് മെച്ചം കിട്ടിയാൽ ആ മെച്ചം അവിടെ കുറയും. ഇതൊരു വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. ദൈവത്തെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കത്തോലിക്കനെന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ് ശരിക്കും. കാര്യം അവന് കൂദാശയുണ്ട്, വചനമുണ്ട്, സത്യസന്ധമായ സഭയിൽ ജീവിക്കാനുള്ള ആ സഭയുടെ പരിരക്ഷയുണ്ട്. ഇത് നിങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തണമെന്നാണ്. എത്ര കാലം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. കാര്യം അത്ര നാച്ചുറലല്ല സഭാജീവിതം അത്ര നാച്ചുറലല്ല. ഇപ്പം നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ്, ഒരു ആണും ഒരു പെണ്ണും. നിങ്ങൾ ഒരു ആണിനെ സഭയ്ക്ക് തരുമോ? നിങ്ങൾ തരത്തില്ല. ഈ തന്നാൽ തന്നെയും ഈ ആൾ നിലനിൽക്കണ്ടേ മരണം വരെ? ഭയങ്കര റിസ്ക്കിയാണ് പരിപാടി. ഇപ്പോൾ പാസ്റ്റർമാർക്ക് അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അവർ കുടുംബമായിട്ട് ജീവിക്കണവരാണ്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്കിതൊരു വിളിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർ ജീവിത മാർഗമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വിളിയാണ്, സത്യസന്ധമായൊരു വിളിയാണ്. സത്യസന്ധമായൊരു, ഞാൻ ആരെയും കുറച്ച് സംസാരിക്കുകയല്ല, ഇത് നാച്ചുറൽ ലൈഫല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്നിട്ട് ഈ 2000 കൊല്ലം ഈ സംഭവം നിൽക്കണില്ലേ? ഇപ്പം വന്ന ആൾക്കാരും ഭയങ്കര ജിന്നന്മാർ. ഇപ്പം നിങ്ങളെ കുറച്ച് അച്ഛന്മാരെ കുറിച്ചൊക്കെ ചിലപ്പോൾ അവർ വിഷു കുർബാന നടത്തി, ഓണക്കുർബാന നടത്തി എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പൊങ്കാലയിടുമെങ്കിലും അടിപൊളി അച്ഛന്മാരാണ് വന്നത്. നല്ല പ്രാർത്ഥന ചൈതന്യം ഉള്ളവരും. ഇപ്പം ഈ പ്രളയകാലങ്ങളിലെല്ലാം തിമർത്തിരിക്കണ ആരാണ്? കൊച്ചന്മാരാണ് കലക്കിയിരിക്കണേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പ്രളയകാലങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിന്നതെല്ലാം ആരാണ്? കൊച്ചന്മാരാണ്. നമുക്ക് നല്ല കൊച്ചന്മാരെ ദൈവം ഒത്തിരി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനെ. സഭ മുന്നോട്ട് പോകാൻ അടിച്ചു വിലക്കി. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾ യോഗ്യരാകുവാൻ അപ്പോൾ നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മരിയൻ ഗ്രേസാണ്. അതായത് അമ്മ മാതാവിലെ ഇറങ്ങി വസിച്ച ദൈവശക്തിയുടെ പ്രവർത്തനങ്ങൾ, ആ ഗ്രേസ് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അന്ത്യ അഭിഷേകം വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? ദൈവം, അതാണ് അച്ഛൻ പറഞ്ഞത്, പലതിൻ്റെ ഊടും പാവൊക്കെ നമ്മൾ ഉണ്ടാക്കി അവിടെയൊക്കെ ഇങ്ങനെ പൂരിപ്പിക്കാതെ നിർത്തിയിരിക്കുക. ദൈവത്തെക്കുറിച്ച് അച്ഛൻ എന്താ പറഞ്ഞത്? ദൈവം വ്യക്തിമാണ്, അതേസമയം തന്നെ ശക്തിയാണ്. ദൈവം വ്യക്തിത്വത്തിൽ 3, സത്തയിൽ 1. അപ്പോൾ ഒരു വ്യക്തിയുടെ ഫലമാണ് നമുക്ക് 3 വ്യക്തികളുടെ ഇപ്പം വ്യക്തിത്വത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 വ്യക്തിത്വം എങ്ങനെ ഉണ്ടാകും? അപ്പോൾ അതെങ്ങനെ സത്തയിൽ 1 എന്ന് പറയും? അത് വളരെ സിമ്പിളാണ്. അത് വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മളിൽ വസിക്കണ ആരാണ്? പിതാവും പുത്രനും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വസിക്കുമെന്നല്ല പറഞ്ഞിരിക്കണത്. 14:21 യോഹന്നാൻ. ഞങ്ങൾ വന്ന് നിങ്ങളിൽ വസിക്കും. അപ്പോൾ നമ്മൾക്ക് പിതാവ് വസിക്കുന്നുണ്ട് നമ്മളിൽ. അതുകൊണ്ട് എൻ്റെ മക്കളെ, ഈ പിതാവിനോടുള്ള തുടങ്ങേണ്ട എവിടെയാണെന്നറിയാവാ? പിതാവിലാണ് തുടങ്ങേണ്ടത്. നമ്മൾ കുരിശുപേർ തുടങ്ങണത് എങ്ങനെയാണ്? പിതാവിലല്ലേ. അതുപോലെ ആധ്യാത്മിക ജീവിതം തുടങ്ങേണ്ടത് പിതാവിനാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നറിയാവോ? ഈ ക്രിസ്തുവിനെ മാത്രമേ നിങ്ങൾ ഓറിയൻറ്റ് ചെയ്യത്തുള്ളൂ. അത് ഒരു ചെറിയ പരാധീനതയാണ്. അതിൻ്റെ ഈക്വലായിട്ട് പിതാവിനെയും പുത്രനെയും കൂടി നമ്മൾ നമ്മുടെ പ്രാർത്ഥനയുടെയും ദൈവസംസർഗത്തിൻ്റെയും പ്രധാനപ്പെട്ട വിഷയമായിരിക്കണം. അത് കൃപയിൽ നിലനിന്ന് പോകാൻ നമ്മളെ സഹായിക്കും. അത് ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം ഒരു ഐസ് കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഐസ് കട്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ വെള്ളം ഇറ്റിട്ട് താഴേക്ക് വരും അല്ലേ? അപ്പം അത് വേറെ ഒരു വ്യക്തിത്വമാണ്. കട്ടയല്ല, അത് ഖരമല്ല, പിന്നെ എന്താണത്? ദ്രാവകമാണ്. ഈ ഐസ് കട്ടയിൽ തന്നെ വായു നീരാവി മേലോട്ട് പോണ കാണാം. അത് ഖരമല്ല, അത് വാതകമാണ് ഇല്ലേ? അതേസമയം തന്നെ ഈ ഐസ് കട്ടയുടെ താഴേക്ക് വരുന്ന വെള്ളം H2O ആണ്. 2 ഹൈഡ്രജൻ തന്മാത്ര, 1 ഓക്സിജൻ തന്മാത്ര. ഈ ഖരവും H2O ആണ്. ഈ വാതകവും H2O ആണ്. സത്തയിൽ 1, വ്യക്തിത്വത്തിൽ 3 ഈ സംഭവം. ഇത്ര തന്നെ ത്രിത്വം. അതിൽ പുത്രൻ തമ്പുരാനാണ് മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത്. പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഈ പുത്രൻ തമ്പുരാനിൽ തന്നെ പിതാവും വസിക്കുന്നു. അതുകൊണ്ട് പീലിപ്പോസിന് പറഞ്ഞത്, പീലിപ്പോസേ എന്ത് മണ്ടത്തിലാണ് കെട്ടി എഴുന്നള്ളിക്കണത്? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്നിട്ട് അവൻ അവിടെ മേൽ ഊതിക്കണു റൂഹ എന്ന് പറഞ്ഞു, റിസീവ് ഹോളി സ്പിരിറ്റ്. ഉടനെ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പോൾ പുത്രനിൽ തന്നെ പരിശുദ്ധാത്മാവും പിതാവും വസിക്കണം. ഈ സെയിം സ്പിരിറ്റ് തന്നെയാണ് നമ്മളിലും വസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ സീരിയസ് ആയിട്ട് ആണ് ദൈവത്തെ അറിയുകയും അച്ഛൻ ഇങ്ങനെ എല്ലാം. ഞാൻ എപ്പോഴും പണ്ട് മുതലേ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് സങ്കീർണമായ സത്യം സങ്കീർണമായിട്ടിരുന്നിട്ട് എന്നാ കാണിക്കാനാണ്? ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു ചോറിലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലേ? കാർബോഹൈഡ്രേറ്റ് ചോറ് ദഹിപ്പിച്ച് അത് ദഹന അപാചയ വ്യവസ്ഥയിലൂടെ ചെന്നിട്ട് അതിൽ നിന്നുള്ള ഗ്ലൂക്കോസ്, ചോറിലുള്ള ഗ്ലൂക്കോസ് എന്തു ചെയ്യും? രക്തത്തിലൂടെ കോശങ്ങളെടുക്കും. അപ്പോൾ അവിടെ വരെ ആ പ്രോസസ്സ് അത്രയും ഉണ്ട്. അതിൽ ഇനി പയറ വല്ലതും കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള പ്രോട്ടീൻ രക്തം അബ്സോർബ് ചെയ്തിട്ട് രക്തം ആ പ്രോട്ടീൻ കൊണ്ടുപോയി എന്തിനു കൊടുക്കും? കോശങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കാച്ചിൽ കോശങ്ങളായി മൾട്ടിപ്ലൈ ചെയ്യണവരെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതാണ് ഭൗതിക ദഹന പ്രക്രിയയിൽ വരുന്നത്. ആധ്യാത്മിക ദഹന പ്രക്രിയയിലും
ആത്മാവിൻ്റെ കോശവും വളരണത് ഇതെല്ലാം കൃപയായിട്ട് വളർന്നിട്ട് കൃപ കഴിച്ചാണ് ആത്മാവ് ഗുണനിലവാരമുള്ള ആത്മാവായിട്ട് വരണത്. അതായത് അപ്പോൾ കൃപയെന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ ഞാൻ പറഞ്ഞു എന്താണ്? ദൈവം സാരാംശത്തെ സത്തയിലൊന്നും വ്യക്തിത്വത്തിൽ മൂന്നും സാരാംശത്തെ ശക്തിയും സാരൂപ്യത്തിൽ സ്നേഹവുമായി നിലനിൽക്കുമ്പോഴേ ഈ ദൈവശക്തി പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇപ്പോൾ യോഹന്നാൻ പറഞ്ഞത് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന് പറയും. ഇതിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. എന്നിട്ട് സ്നേഹത്തിൻ്റെ കാലാവസ്ഥ, നല്ല കാലാവസ്ഥ ഇപ്പം തന്നെ തെങ്ങിൻ്റെ നല്ല സമയം ഏതാണ്? തെങ്ങിൻ്റെ നല്ല സമയം ജൂൺ ജൂലൈ മാസമാണ്. നമുക്ക് ക്രോപ്പ് കിട്ടണ എപ്പോഴാണ്? ഡിസംബർ മാസം, ജനുവരി ഫെബ്രുവരി മാസത്തിലാണ്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ കൊലയിലെല്ലാം 8 തേങ്ങ 9 തേങ്ങ കൂടുതലുണ്ടാകും. നമ്മൾ ജനുവരിയിലും ഫെബ്രുവരിയിലും തെങ്ങ് കൃഷിയുള്ളവർ അറിയാമല്ല. ഒരു ജനുവരി മകരം കുംഭത്തിൽ തെങ്ങയും വലുതായിരിക്കും, എണ്ണവും കൂടുതലായിരിക്കും. വണ്ണവും കൂടും, എണ്ണവും കൂടും. എന്താ കാര്യം? ജൂൺ ജൂലൈ മാസത്തിൽ പൊട്ടണ വെള്ളക്കായാണ്. ജൂൺ ജൂലൈ മാസത്തിലെ മഴക്ക് പൊട്ടണ വെള്ളക്കായാണ്. അപ്പോൾ വെള്ളം കൊണ്ടാണ് ഈ തെങ്ങ് ജീവിക്കണത്. തെങ്ങ് മാവ് പോലെ അല്ല, അതിന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി മാത്രം വേറെ ഓസുണ്ട്. വാട്ടർ റീഡ്സ് എന്നും പറഞ്ഞൊരു സാധനം. നമ്മൾ എവിടെയെങ്കിലും പോയി വെള്ളം കോരിക്കൊണ്ട് തന്നെ കാണാം ഈ സാധനം. തെങ്ങിൻ്റെ അടുത്ത പുറ്റുപോരയുടെ കുഞ്ഞു വേരുകളുണ്ട്, അത് വളം മാത്രം എടുക്കുന്നതാണ്. വളമെടുക്കുന്ന വേര് കൊണ്ട് തെങ്ങ് വെള്ളം കുടിക്കത്തില്ല. വെള്ളം കുടിക്കാൻ വേണ്ടി തെങ്ങിന് കുഴൽ വേരുണ്ട്, വാട്ടർ റീഡ്സ് ഉണ്ട്, കുഴൽ പോലെ ഇരിക്കുന്നത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അവനിങ്ങനെ കുളം തിരക്കി ഓടും. അതാണ് അവൻ അടുത്ത പറമ്പിലൊക്കെ പോയി വെള്ളം എടുത്തിട്ട് തന്നെ കാണാം. വെള്ളം കൊണ്ട്. ഇപ്പോൾ വെള്ളം കൊണ്ടാണ് ഇത് ജീവിക്കണത്, തെങ്ങെന്ന് പറയുന്ന സംഭവം. അത് നല്ല വെള്ളം കിട്ടണ എപ്പോഴാണ്? ജൂൺ ജൂലൈയിൽ. അപ്പോൾ കൂടുതൽ വെള്ളക്ക പൊട്ടിച്ചിട്ട് അത് മൂത്ത് പഴുത്തൊക്കെ നമുക്ക് കൈ കിട്ടണത് ഈ മകരം കുംഭത്തിലാണ് വരണത്. അപ്പം കർക്കിടകത്തിലും ഇടവത്തിലൊക്കെ പൊട്ടണ സംഭവം നമുക്ക് കിട്ടുന്നത് മകരം കുംഭത്തിലാണ് കിട്ടുന്നത്. ഇതുപോലെ തെങ്ങ് ആ ബേസിലാണ്, വാട്ടർ ബേസിലാണ് അത് ജീവിക്കുന്നത്. ഇതുപോലെ ആത്മാവ് വളരണതും ഗുണനിലവാരം ഉണ്ടാകുന്നതും ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്, സ്പിരിറ്റ് ഗ്രോസ് ബൈ ഈറ്റിംഗ് സ്പിരിറ്റ്. അവിടെയാണ് പക്ഷേ ഇപ്പം നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം വളരണം എങ്ങനെ? മറ്റ് ശരീരം കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം വളരണത്, ഇല്ലേ? ഇപ്പം ചോറ് അല്ലെങ്കിൽ പയർ ഏറ്റവും നല്ല ആഹാരമാണ്. നമ്മൾ അതിൽ അംഗനവാടിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുക്കണത്? പയറും കഞ്ഞിയാണ് കൊടുക്കണത്. അവരിപ്പോൾ വേറെ പലഹാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു മനുഷ്യന് ആവശ്യമായ കലോറി, മിനിമം കലോറി ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് എന്താണ്? പയറും കഞ്ഞിയാണ്. മിനിമം കലോറി നമുക്ക് ആവശ്യമായ കലോറി കിട്ടും, പക്ഷെ കുറഞ്ഞ വിലക്ക് കിട്ടും. അത്രയും നല്ല ഫുഡില്ല ശരിക്കും പറഞ്ഞാൽ. മലയാളിക്കാണെങ്കിൽ, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർക്കൊക്കെ അവർക്കെല്ലാം ഗോതമ്പൊക്കെ കഴിച്ച് അവർ വേറെ രീതിയിലാണ് പോകണം. പക്ഷേ നമ്മുടെ ആഹാരം നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വളരുമ്പോൾ നിങ്ങളുടെ ഈ കഞ്ഞി ഒന്ന് മാറ്റണം നല്ലതാണെന്ന് തോന്നുന്നു. ഒരു നേരമെങ്കിലും എനിക്കിതിന് വയറായിപ്പോയി. എന്നോട് ചോദിക്കുന്നത് ഈ കാവിയും കുടവയറും തമ്മിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് ചോദിക്കും. എന്നെ കളിയാക്കണ കൂട്ടുകാർ ചോദിക്കുന്നതാണ്. തപസ്സാണെന്ന് പറയുകയും ചെയ്യും, കുടവയർ ആവശ്യത്തിനുണ്ട് താനും. അപ്പോൾ ഈ കുത്തിരിപ്പല്ലേ പരിപാടി. പിന്നെ രാത്രി കഞ്ഞി എപ്പോഴും കുടവയറുണ്ടാക്കും. കഞ്ഞി വലിയ ആഹാരമാണെന്നൊക്കെ പറയണമെങ്കിലും കുടവയറുണ്ടാക്കും. ഹിന്ദിക്കാരനൊക്കെ ഉണ്ടാ എന്തുമാത്രം ജിലേബിയും ലഡുവാണ് അവൻ കഴിക്കണം, അവനൊരു ഷുഗറും ഇല്ല. നമ്മൾക്കാണെങ്കിൽ പണ്ടാൽ ഷുഗർ മനുഷ്യനില്ലാതെ. അപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന് മാറ്റണം, നല്ലതാണ്. നമ്മളകപ്പെട്ടു പോയി മക്കളകപ്പെടുത്തരുത്. നമ്മളകപ്പെട്ടു പോയി മക്കളപ്പോൾ അവർ ഹിന്ദിക്കാരനൊക്കെ ഉണ്ട്, നല്ല സ്റ്റാമിനയുമാണ്. ബംഗാളിയൊക്കെ ഇവിടെ ഒന്ന് ചോദിക്കും, അവൻ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഓവർ ടൈം അടിച്ച് രാത്രിയും നിൽക്കണേ അവിടെ. അവനൊരു തളർച്ചയും ഇല്ല, ബോഡി അങ്ങനെയാണ്. നമ്മൾ തളരുന്നുണ്ട് ശരിക്കും, നമ്മൾ ശരിക്കും തളരുന്നുണ്ട്. നമുക്ക് ഓറ്റി അടിക്കാൻ പറ്റണില്ല, ഓട്ടം അടിക്കാൻ പറ്റണില്ല, ഫുഡിൻ്റെ ആണ്. അപ്പോൾ ഗോതമ്പ് ബേസ് ചെയ്യണം നല്ലതാണ്. കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് കഴിച്ചിട്ട് ബാക്കിയെല്ലാം ഗോതമ്പ് ബേസ് ചെയ്യണം നല്ലതാണ്. ബാർലി, ഓട്സ് നമുക്ക് കഴിക്കാതില്ല. ഓട്സ് ആണ് ഏറ്റവും ആർക്കും ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ സാധനം ഓട്സ് അല്ലേ. ഏത് സമയത്തും കഴിക്കാൻ പറ്റിയത്, ഏത് രോഗാവസ്ഥയിലും കഴിക്കാൻ പറ്റിയ ഓട്സാണ്. നമ്മൾ രോഗാവസ്ഥയിൽ കഴിക്കേണ്ടതും ഓട്സാണ്. പക്ഷേ നമ്മളെന്താ ഓട്സ് കഴിക്കാൻ പറ്റാതെ? നമുക്ക് ശീലമില്ലാത്തത് കൊണ്ടാണ്. ശീലമായി കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാബിറ്റാണ്. രുചി എന്ന് പറഞ്ഞാൽ എന്താണ്?
ശീലത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അല്ല രുചിക്ക് വരുത്ത പ്രശ്നമൊന്നുമില്ല. നമ്മളെ പരിചയിച്ച് കഴിഞ്ഞാൽ അതെല്ലാം രുചിയായി മാറണതാണ്. പരിചയിക്കാത്ത കൊണ്ടാണ് അരുചി വരുന്നത്. അരുചിയും പരിചയക്കുറവുമായിട്ട് ബന്ധം. അതല്ല രുചി പോലും സൈക്കോളജിക്കൽ വിഷയമാണ്. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഈ ശരീരം ശരീരം കഴിച്ചാൽ വളരണത്. ആത്മാവ് എന്ത് കഴിച്ചാൽ വളരണത്? ആത്മാവ് കഴിച്ചാൽ വളരണത്. അതാണ് ഈശോ ആത്മാവിൻ്റെ കാര്യത്തിൽ വളരെ സീരിയസ് ആകണത്. അവന് ഊതിക്കൊണ്ട് ആത്മാവിനെ കൊടുത്തിട്ട് പറയും, വെയിറ്റ് ചെയ്യുക, പെന്തക്കോസ്താ ദിവസം ആഡംബരത്തോടു കൂടി ഇത് റിലൈസ് ചെയ്ത് തരാമെന്ന് പറയും. ഇപ്പം നമ്മൾ പഞ്ചാരയിട്ട് എതിരെ ഇളക്കാതെ കൊടുക്കും. അപ്പം നമ്മൾ കുടിക്കണമെന്ന് പറയും, അയ്യോ ഇതിന് മധുരയില്ലെന്ന് പറയും. ഉടനെ കടക്കാരൻ തട്ടയിൽ നിന്ന് ഒരു സ്പൂണ് കൊണ്ടുവന്ന് വെച്ചും അപ്പോൾ സ്പൂണും കൊണ്ടുവരും. അപ്പം നമ്മൾ പറയും, എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ ഇതിന് മധുരയില്ലെന്ന്. അപ്പോൾ അയാൾ മിണ്ടത്തില്ല. അയാൾ എന്ത് ചെയ്യും? ഇതിൽ ഇളക്കി ചുമ്പു ഇനി കുടിക്കാൻ പറയും. എന്താ കാര്യം? പഞ്ചാര അതിനകത്ത് ഉണ്ടായിരുന്നു, അയാളത് ഇളക്കിയില്ല നമ്മൾ. അപ്പം അതുകൊണ്ട് ഈ 2023 ഈശോ ഊതിക്കൊണ്ട് പറയും, പരിശുദ്ധാത്മ സ്വീകരിക്കാൻ പറയും. ഇളക്കത്തില്ല. ഇളക്കാതെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളാൻ പറയും. പട്ടണം വിട്ട് പോകരുത്, മര്യാദ നിന്ന് പ്രാർത്ഥിക്കാൻ പറയും. 50 ദിവസം കഴിയുമ്പോൾ ഇളക്കും. പെന്തക്കോസ്താ ദിവസമല്ലേ ആത്മീയമായിട്ട് വരുന്നതും കാറ്റായിട്ട് വരുന്നതും, അത് ഇളക്കി കൊടുക്കേണ്ടതാണ്. ആത്മാവ് നേരത്തെ കിട്ടിയതാണ്. അത് നമ്മൾ അതുപോലെ പരിശുദ്ധാത്മാവിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അതിനാണ് നമ്മൾ ധ്യാനമൊക്കെ കൂടണം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ തങ്ങിക്കിടക്കും. അത് പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു നേച്ചറാണ് എൻ്റെ ഉള്ളത്. എൻ്റെ നേച്ചർ അതാണ്. ഇളക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ കൃപാവര പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് കിട്ടിയിരിക്കുന്ന ആസ്തി വർദ്ധിപ്പിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഇടുക്കിയിൽ ഒരു 10 വാട്ടാണ് നമ്മൾ 10 വാട്ടാണ് കറണ്ട്, അല്ലെങ്കിൽ 1000 വാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു വിചാരിച്ചോ. ആലപ്പുഴ സപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ? സെൻട്രൽ സ്വിച്ചിങ് ഏരിയയിൽ നിന്ന് സപ്ലൈ ചെയ്യേണ്ടത് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന് 1000 വാട്ട് ഇവർ സപ്ലൈ ചെയ്യേണ്ടത് 10,000 ആയിട്ടാണ്. അതെങ്ങനെ വേണ്ടാണ്? സ്റ്റെപ്പ് ട്രാൻസ്ഫർ വെച്ചിട്ടാണ് ഈ സാധനം കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. ഇതുപോലെ നമ്മൾ കിട്ടുന്ന കൃപയെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെ? പ്രോജക്റ്റിലൂടെയാണ്. മനസ്സിലായില്ല? നമുക്ക് സ്റ്റൈൽ ലേപനത്തിലൂടെ കൃപ കിട്ടി. എന്നിട്ട് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വർദ്ധിപ്പിക്കുക. കിട്ടിയിരിക്കുന്ന കൃപയെ സ്റ്റെപ്പ് ട്രാൻസ്ഫോർ വെച്ച് കറണ്ട് വർദ്ധിപ്പിക്കുന്ന പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപയെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. വർദ്ധിപ്പിക്കാത്ത കൊണ്ടാണ്, ട്രാൻസ്ഫോമർ ഇല്ലാത്തത് കൊണ്ടാണ് കുഴപ്പം വരുന്നത്. വർദ്ധിപ്പിക്കുന്നതിനുള്ള പണി എന്താ? പ്രോജക്റ്റുകൾ എടുത്താൽ മതി. അതായത് ഒരു മനുഷ്യന് ഒരു പ്രോജക്റ്റ് എടുക്കാൻ പറ്റാത്ത ഒരു വിഷയമില്ല. അതിൻ്റെ കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് നമ്മൾ സാധനമുണ്ട്. അതില്ലാത്ത കൊണ്ടാണ് നമുക്ക് ഇടിവെട്ട് കൊള്ളണത്. ഇപ്പം തന്നെ ഫ്രിഡ്ജ് പോയി TV പോയി എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അവർ ചോദിക്കും ബി കാർഡ് ഉണ്ടോയെന്ന് ചോദിക്കും. ഇപ്പോൾ ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രിഡ്ജ് പോയി അടിച്ചു പോയെന്നൊക്കെ പറയല്ലേ, TV പോയെന്നൊക്കെ പറയും. അപ്പോൾ എന്താ കാര്യം? അതിൻ്റെ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് വോൾട്ടേജ് സ്റ്റെബിലൈസർ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു ഇടിയൊക്കെ ഉണ്ടാകും, മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെല്ലാം പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഇടിവെട്ടും മഴയോ ഉണ്ടാകും. ബൈബിളിലുണ്ടല്ലോ ഇടിവെട്ടും മഴയോ ഉണ്ടാകുമെന്ന്. ഈശോ പറഞ്ഞത് ഈശോയുടെ ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ. ഈശോ എന്താ പറഞ്ഞത്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ, അതാണ് സംഭവം. ഇടിവെട്ടും മഴയോ ഉണ്ടാകുന്നു. 16:33 അല്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിലല്ലേ ഇടിവെട്ടും മഴ ഉണ്ടാകുന്നു. ഈശോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈശോ പറഞ്ഞ വാക്കാണ് ഇടിവെട്ടും മഴ. അപ്പോൾ കുടുംബത്തിൽ തട്ടും മുട്ടും വെള്ളവടിയും സംശയമൊക്കെ ഉണ്ടാകുന്ന അർത്ഥം. ഇത് മാറ്റി നിർത്തിക്കൊണ്ട് ലോകമില്ല. ഇതിലാണ് നമ്മൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് കൃപ മൾട്ടിപ്ലൈ ചെയ്യുന്ന തന്ത്രമെന്ന് പറയുന്നത്. ഇടിവെട്ടും മഴയും ദൈവത്തിന് പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ പ്രളയം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചൊരു വിഷയം എന്താണെന്നറിയാമോ?
ആൾക്കാരെ പാമ്പ് കടിക്കാതിരിക്കാനാണ്. എല്ലാ പാമ്പും ഇളകിയില്ലേ, മുറുക്കനും അണലിയും എല്ലാം ഇളകി. ഞാനിരിക്കുന്ന പള്ളിയിൽ 32 മുറുക്കനാണ്. ഞാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, അച്ഛാ ഇതാണ് ടവർ, ഇതിൽ കഴിഞ്ഞ ആഴ്ച 32 മൂർഖനെ പിടിച്ചെന്ന് പറഞ്ഞു. ഇപ്പം ഇന്നാൾ ചെന്നപ്പോൾ അച്ഛൻ കണ്ട എന്താണ് അണലി. അപ്പം ഞങ്ങൾ JCB വെച്ച് കിളച്ചപ്പോൾ മലമ്പാമ്പിൻ്റെ കുഞ്ഞ് അത് തന്നെ ഉണ്ട്, ഇത്രയും ഉണ്ട്. പിന്നെ ആവശ്യത്തിന് മരപ്പട്ടി, ഉടുമ്പ്. ആ പള്ളി 20 കൊല്ലമായി വെച്ചിട്ട് ഇന്നുവരെ പെരുന്നാൾ നടന്നിട്ടില്ല. ഒരു കുർബാനയ്ക്ക് ഒരു അച്ഛൻ ഒരാഴ്ച വരും. ആ അച്ഛൻ അരമണിക്കൂർ കുർബാനയിലും പോവും, പിന്നെ ആരുമില്ല, അടച്ചിട്ടേക്കും. കാടും പിടിച്ച് ഒരു 200 പ്രാവും വെള്ളിമുങ്ങായും തമ്മിൽ ഭയങ്കര ചങ്ങാത്തം. എന്നിട്ട് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടും കൂടി അടുത്താക്കി ഇരിക്കണ കാണാം. രാത്രിയാവ് വെള്ളിമുങ്ങ പ്രാവിനെ പിടിച്ച് തിന്നും. എന്നിട്ട് 2 ചാക്കി എല്ല് പ്രാവിൻ്റെ മണിമാളികയെ. അപ്പോൾ ഈ പാവപ്പെട്ട പ്രാവിനെ അറിയത്തില്ല വേറെ അടിച്ച് മാറ്റണമെന്ന് വെള്ളിമുങ്ങ ആണെങ്കിൽ നല്ല വെടുത്ത് കുഴഞ്ഞിരിക്കണ രത്നക്കല്ലുപൂരൊക്കെ ഞങ്ങൾ നോക്കി. ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഇപ്പോഴും കക്ഷികളൊക്കെ അവിടെ ഉണ്ട്. 200 കിലോ പ്രാവും തീട്ടാം. പിന്നെ ജീർണിച്ച പള്ളി എല്ലാം ഞാനത് പ്രോജക്റ്റായിട്ട് എടുത്ത് എന്താണ് കർത്താവിന് വേണ്ടി ഒരു ജോലി ചെയ്യാൻ. എന്താ കാര്യം എന്നറിയാവോ? നമ്മൾ ഒരു 10 കൊല്ലത്തെ ധ്യാനമാണ് ഒറ്റ പള്ളി ചെയ്യുമ്പോൾ കിട്ടണത്. അപ്പോൾ ഒരു പള്ളി ഞാനിവിടെ പണിത് ഇവിടെ എൻ്റെ ഇടവക്കാരിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കൃപ കിട്ടി. ഞങ്ങളുടെ ആടെയിലും കാശില്ല. ഇനി ഇപ്പം ഞങ്ങൾ മുട്ടയെന്ന് ആരാധന നടത്തിയാണ് പള്ളി പണിതത്. അപ്പം ജനങ്ങളുടെ കാശ് സാമ്പത്തിക നിലവാരം ദൈവം ഉയർത്തി. ഞാൻ ആൾക്ക് ചെന്നപ്പോൾ തന്നെ പള്ളി വിളിച്ച് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഞാൻ കാശിന് വരത്തില്ലെന്ന് പറഞ്ഞു. അത് വരാതിരിക്കാൻ കാരണമുണ്ടേ. അതായത് ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ ഇസ്രയേലിൽ പോയപ്പോൾ 10 ദിവസം ഞാൻ കൊന്തയില്ലേ. 10 ദിവസം കൊന്തയില്ലേ. 10 ദിവസം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ 5 ദിവസം ഇല്ലാത്ത ദിവസം ഞാൻ കർത്താവിൻ്റെ കവഴത്തേക്കിനും ബെദ്ലഹേമിനൊക്കെ കറങ്ങി നടക്കുമ്പോഴും ഞാൻ കൊന്ത കയ്യിൽ നിന്ന് മാറ്റത്തില്ല. ഇപ്പം നിങ്ങൾ രക്ഷപ്പെടില്ലേ? കൊന്ത വന്നിട്ടല്ലേ ഞാൻ വിടണേ. ഇപ്പം ഇത് ദാവീദിൻ്റെ ദാവീദിൻ്റെ കുഴിമാടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് മറന്നുപോയി. എവിടെയാണ് നിൽക്കണമെന്ന് മറന്നുപോയി. പ്രാർത്ഥിച്ച് നിന്ന് മറന്നുപോയി. അപ്പോൾ പുറകിലുള്ള ആൾക്കാർ പോലും അറിഞ്ഞില്ല. അരമണിക്കൂർ കഴിഞ്ഞ് ഞാനും വിജയകുമാറും പ്രാർത്ഥിക്കാൻ ബിരുദന്മാരാണ്. ഞങ്ങൾ രണ്ടും കൂടി ഇന്ന് പ്രാർത്ഥിക്കാൻ മുമ്പിൽ ദാവീദിൻ്റെ കുഴിമാടത്തിന് അരിയുന്ന പ്രാർത്ഥിക്കാൻ. അവിടെ ഇവിടെ യഹൂദന്മാർ നല്ല ശരിക്കും കുന്തിരിക്കാൻ പോയിച്ചുകൊണ്ട് സങ്കീർത്തനം പാടിയിട്ട് നമ്മൾ നിന്ന് അപരപ്പോഴും നമ്മളും ആടും. ഈ വെള്ളം അടിക്കണ പോലെയാണ് ഈ സങ്കീർത്തനം വായിക്കേണ്ട ഇവന്മാർ. നമ്മൾ ചമ്മിപ്പോവും ശരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലെന്ന് തോന്നിപ്പോവും. യഹൂദൻ്റെ പ്രാർത്ഥന കണ്ട ദൈവത്തിൻ്റെ സ്വന്തം ആളെന്ന് പറഞ്ഞാൽ നമ്മൾ അവനോട് സ്തുതി പറയും. ഞാൻ കരയുന്ന മതിലിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ ഒരു യഹൂദൻ, അയാൾ നല്ല തടിയനാണ്, അയാളുടെ വൈഫ്, അയാളുടെ 6 കുഞ്ഞുങ്ങൾ. ആ 6ാമത്തെ കുഞ്ഞിന് ഇത്രയേ ഉള്ളൂ. അവൻ്റെ ഉള്ള മുടി ഇങ്ങനെ സ്പ്രിങ് പോലെ ഇട്ടിരിക്കുകയാണ് താഴേക്ക്. എല്ലാത്തിൻ്റെയും മുടി സ്പ്രിങ് പോലെയൊക്കെയാണ്. യഹൂദൻ്റെ കയ്യിൽ ഈ നട്ടുച്ച 45 ഡിഗ്രി ചൂടാണ്. അതിൽ 10 മണിക്ക് പാവപ്പെട്ടവൻ നിൽക്കണേ കുടുംബത്തോടെ കൂടി. ഈ കർത്താവിൻ്റെ പഴയ ആലയമാണ്, ഈശോയുടെ കാലത്തുണ്ടായിരുന്ന ആലയമാണ്. 2000 കൊല്ലം കഴിയുമ്പോഴും അവൻ അതിന്മേൽ നോക്കി കണ്ണുനീരിട്ടിട്ട് പറയും, ഞാൻ കർത്താവിൻ്റെ ആലയമാണ്, കർത്താവ് ഇത് പണിയും. എന്നിട്ട് ഇവൻ വന്ന് സങ്കീർത്തനം ഈ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ആടി ഈ വെയിലത്ത് നിന്ന് ചെലന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. ഞാനാണെങ്കിൽ എനിക്ക് ഇസ്രയേൽ ചെന്നിട്ട് ഞാൻ വല്ലാണ്ടായിപ്പോയത് ഈ സീൻ കണ്ടിട്ടാണ്. എന്നിട്ട് ചില ആ കൊച്ചില്ലേ മുട്ടക്കൊച്ചിന് ശരിക്കും പറഞ്ഞാൽ 1.5 വയസ്സ് കാണത്തുള്ളത്, ചിലപ്പോൾ 2 വയസ്സ് കാണും. ആ പാവപ്പെട്ട കുഞ്ഞ് ഇരുന്ന് വെയിലത്തുണ്ട് മെഴുകുതിരി പോലെ ഉരുകയാണ്. അപ്പം നോക്കണേ ഇല്ല. അമ്മയും അപ്പനും കൂടി നിന്ന് പ്രാർത്ഥിക്കണം. 1.5 അവർ 3 ഞാൻ ചെല്ലുമ്പോൾ 12:30 അവിടെ. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ പിന്നെ ദൈവം എങ്ങനെ വിടാനാ? ദൈവം വിടത്തില്ല. ശരിക്കും പറഞ്ഞു നിങ്ങൾ പ്രെയർ എന്ന് പറഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. പ്രാർത്ഥന പഠിച്ചാൽ എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചിട്ട് പ്രാർത്ഥന പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല. കാര്യം പ്രാർത്ഥന എന്ന് പറയണത് എന്താ?
ദൈവം വരണ നാഷണൽ ഹൈവേ ആണ് ശരിക്കും. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിനെ വേണ്ടി ചോദിക്കണത് എന്താണ്? പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ്. എൻ്റെ മക്കളെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് കർത്താവായ യേശുവേ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയുടെ അഭിഷേകം, ദൈവത്തിൻ്റെ കൃപ നൽകണമേ. സ്തുതിക്കട്ടെ മക്കളെ. യേശു സ്വതന്ത്രനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അത്യാവശ്യം ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടാകുന്ന അത് 16:33. നമ്മുടെ ഈ സന്ധ്യപ്രാർത്ഥനയും കുർബാനക്കൊക്കെ ആൾക്കാർ മുടങ്ങാതെയൊക്കെ പോണില്ലേ? ചില ആൾക്കാരെങ്കിലും മനസ്സിൽ ഉദ്ദേശം ഉണ്ടാകും, എങ്ങാനും പള്ളി പോകാതിരുന്നാലാ, പ്രാർത്ഥന മുടങ്ങിയാലാ, നാളെ കാര്യങ്ങളിൽ വല്ല കുഴപ്പമുണ്ടായാൽ എന്ത് ചെയ്യും, വല്ല അപകടമോ രോഗമോ ഒക്കെ വരാൻ വേണ്ടി എന്നാൽ എന്ത് ചെയ്യും? അതിന് പേടിച്ചിട്ടൊക്കെ ചെയ്യണവരുണ്ട്. പേടിച്ചിട്ടല്ല ചെയ്യേണ്ടത്. അതെല്ലാം ദൈവസ്നേഹത്തോടെയാണ്. പലരും പ്രാർത്ഥിക്കുന്നത് ഭയത്തോടെയാണ്, ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടത്ര ഒരു വരുമാനം കിട്ടാത്തതിൻ്റെ കാര്യം. അതാണ് കാര്യം. ഒരു കാര്യം, പ്രാർത്ഥന എപ്പോഴും ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ലവ് ചെയ്യണം. ഇപ്പം നമ്മൾ മുട്ടയിൽ നിൽക്കണില്ലേ? മുട്ടയിൽ നിൽക്കുന്നതിന് ഒരു ഫലം, ഏറ്റവും 0 ഫലമുള്ളത് ഇരിക്കുന്നതിനാണ്. പരമാവധി ഇരുന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ നോക്കണം. മുട്ടയിൽ നിൽക്കുന്നതും മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കത്തില്ലേ, ഇതിന് വേറെ ഫലമാണ്. ഞാനിതെല്ലാം ഇതിൻ്റെ എല്ലാം മാത്തമാറ്റിക്കലായിട്ട് ഇതിൻ്റെ ഗ്രാവിറ്റി അളന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയവും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം, അതൊക്കെ ഒരു വലിയ സബ്ജക്റ്റാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ ഏറ്റവും അച്ഛൻ അനുഭവത്തിൽ നിന്ന് പറയുന്നൊരു വിഷയം, പരമാവധി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. പിന്നെ മുട്ട നിന്നിട്ട് പിന്നീട് വരുമ്പോഴേ ഇങ്ങനെയല്ല, ഇതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ വി പ്രൊക്ലെയിം ദ പാഷൻ ഓഫ് ജീസസ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? റോമ 10:9 റോമ എല്ലാത്തിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്താ? നടപ്പിൽ വരുത്തുന്ന തത്വം എന്താ? എല്ലാ പ്രാർത്ഥനയും ഫലമുള്ളതാക്കുന്നത് എന്തിലൂടെയാണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ. ഇതാണ്, ഇത്രയേ ഉള്ളൂ സാധനം. ബൈബിൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം അതിൻ്റെ അഡീഷണലായിട്ടുള്ള സെറ്റപ്പുകളാണ്. ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പൊതിച്ചിലാണ്. ഇപ്പോൾ തേങ്ങയുടെ അകത്ത് എന്തുണ്ട്? തേങ്ങ എന്ന് പറയുന്ന ആ കാമ്പ് സംരക്ഷിക്കാൻ വേണ്ടി ചിരട്ടയുണ്ട്. ചിരട്ടയുടെ പുറത്ത് നല്ല ഫൈബർ പാക്കിങ്സ് ഉണ്ട്, മടലുണ്ട്. മടലിൻ്റെ അകത്ത് ഇനാമിൽ കോട്ടിങ് പോലെ മടലിൻ്റെ പുറത്ത് കണ്ടില്ലേ, ആ ചിരണ്ടിക്കളയുന്നത് പാടാണ്. അപ്പോൾ ദൈവം ഇങ്ങനെയാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. ഇത് കുറേ മുകളിൽ കൊണ്ടുപോയി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ദൈവം ഇത്ര കണ്ട് സംരക്ഷിക്കണം. അല്ലെങ്കിൽ സംരക്ഷിക്കത്തില്ല. മത്തങ്ങയ്ക്കൊക്കെ ആ സംരക്ഷണം ഇല്ലല്ലോ. ചുമ്മാ വളർന്ന് നമ്മൾ തൊട്ട വെള്ളം പുറത്ത് വരും. തേങ്ങായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തേങ്ങ ഇത്തിരി മുകളിൽ നിൽക്കുന്ന കാരണമാണ് അവൻ ഈ ഫൈബറല്ല തെങ്ങിൻ്റെ ബോഡി വരെ ഭയങ്കര മിറക്കിളായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. ഒരാര് വളർന്നു വന്നതിൻ്റെ ഇടക്കൂടി ആണ് മറ്റേ ആരിനെ കയറ്റി വിടുന്നത്. അത് മുകളിൽ എത്തണമുണ്ട്, അതിൻ്റെ ഇടക്കുന്ന് വേറെ ആര് കയറ്റി വിടും. അപ്പോൾ അത് 10,000-കണക്കിന് ആരുകളുടെ ഇങ്ങനെ സൂചി പോലെ നിൽക്കുന്ന സംഭവങ്ങൾ ഒരുമിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കവർ ചെയ്തിട്ട് അത് കാരണം കൊടുങ്കാറ്റ് വന്നാൽ ഇതിങ്ങനെ ചാഞ്ഞ് കൊടുത്തിട്ട് പിന്നെയും കാറ്റ് പോകുമ്പോഴത്തേക്ക് നേരെ വരും. നമ്മൾ ഇങ്ങനെ നിന്ന് ഞെട്ടിപ്പോകും. ദൈവത്തിൻ്റെ അതായത് ഒരു സൂപ്പർ ഇൻ്റലിജൻ്റ് ഇതിൻ്റെ പിന്നെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് കറക്റ്റ് പ്രോസസ്സിങ് നടക്കത്തില്ല. നമുക്കറിയാം, ഒരു ബുദ്ധി
അപാരമായൊരു ബുദ്ധി അണു തൊട്ട് അണ്ടകടാഹം വരെ ഇങ്ങനെ ഒരു നിഴലായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുകയും ഈ ദൈവത്തിനെയാണ് വചനം വെളിപ്പെടുത്തുന്നത്. പിതാവാണെന്നും പുത്രനാണെന്നും പരിശുദ്ധാത്മാവാണെന്നും പറഞ്ഞിട്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാം സ്നേഹത്തിൻ്റെ പദ്ധതികളാണെല്ലാം. എല്ലാം സ്നേഹത്തിൻ്റെ പദ്ധതികളാണ്. പിന്നെ വരുന്നതല്ല മനുഷ്യൻ്റെ വീഴ്ചയും കർത്താവിൻ്റെ മനുഷ്യാവതാരവും അനുസരിച്ച് വരുന്ന സഭയും പരിശുദ്ധാത്മാവും. എന്താ ഞാൻ ഇത്രയും പറഞ്ഞതറിയാവോ? പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ ഈ പച്ച കണ്ണുകൊണ്ട് നേരിട്ട് ഒരു പക്ഷേ ഇപ്പം ഞാൻ അടുത്താറെ ഞാൻ കർത്താവിൻ്റെ ബലിപീഠത്തെ തൊട്ടുകൊണ്ട് പറയുകയാണ്. അതായത് എന്നെപ്പോലെ ഈ ഭൂമിയിൽ ആരും ഇത്രയും അടുത്ത് അമ്മയെ കണ്ടിട്ടില്ല. നമ്മൾ ലൂസി ഫ്രാൻസിസ് എന്നൊക്കെ പറഞ്ഞാൽ 30 മീറ്റർ അകലെയാണ് അമ്മ നിന്നിരുന്നത്. മജ്ജിഗോറയിൽ എന്ത് അകലമാണ് കണ്ടത്. ഞാനിങ്ങനെ ഇവിടെ അതായത് ആരാധനയുടെ തീഷ്ണതയിൽ നിൽക്കുന്ന സമയത്ത് ആരോ എൻ്റെ ബാക്കിൽ നിൽക്കണത് അപ്പോൾ എനിക്ക് വിറഞ്ഞ്. കാര്യം പണ്ടത്തെ കപ്പേര് ഭയങ്കര പൊക്കമുള്ള ആളാണ്. അയാൾ ഇതെല്ലാം ഒരുക്കി വെച്ചും ഇവിടെ കൂടി കറങ്ങി കിടക്കും ചുമ്മാ. അപ്പോൾ അതെനിക്ക് ഇറങ്ങി താഴെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടി ഞാൻ ദേഷ്യപ്പെടുന്നു. കപ്പേരാന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞാണ്, അല്ലാതെ നല്ല പത്തിലൊന്നും തിരിഞ്ഞതല്ലേ, അയാൾക്ക് രണ്ട് കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞാണ്. അപ്പോഴാണ് അമ്മ ക്ലോക്കുമായി നിൽക്കണത്. അതായത് അപ്പോൾ ഉടനെ ഞാൻ അമ്മയെ കാണുകയും പറഞ്ഞത് അമ്മ നിൽക്കണത് കയ്യിലല്ല നെഞ്ചത്തെ ക്ലോക്ക് ഇരിക്കണ 10:08 സൂചി കാണിക്കണം. എന്തോ ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞ് മിക്കവാറും ഒരു 10-25 സെക്കൻഡാണ് ഈ സംഭവം കണ്ടത്. കാര്യം കാണുകയും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞല്ലോ. ഈ സിൽവർ ഗ്രേഡ് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയല്ലേ. കാണുകയും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതായത് എൻ്റെ ചിന്തയിലോ സ്വപ്നത്തിൽ പോലും ഒരു ക്ലോക്ക് മാതാവില്ല ഒരിക്കലും. നമ്മൾ ചിന്തിക്കണില്ല, നമുക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ലല്ലോ ക്ലോക്ക് എന്ന് പറയുമ്പോൾ. നമുക്ക് മാതാവ് ഉണ്ണിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഇത് അച്ഛൻ്റെ പണ്ട് പോലും നമുക്ക് എല്ലാവർക്കും ചിന്തിക്കണ ചിന്തയുടെ ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പക്ഷേ അമ്മ ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം എൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്ന ശക്തമായ സന്ദേശമാണ്. എന്തോ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞങ്ങളെ പക്ഷേ അത് സീരിയസ് ആയിട്ട് എടുത്തു, വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അപ്പോൾ തന്നെ തീരുമാനം എടുത്ത് രാത്രി എൻ്റെ മിനിറ്റ്സൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ വത്തിക്കാൻ വരെ ഇവിടെ വരും. കാര്യം ക്ലോക്കല്ലേ, ഇവിടുത്തെ കർദിനാളിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുതിയൊരു മാതാവാണ്. അതുകൊണ്ട് ബിഷപ്പിനോട് സംസാരിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞത് ഇതൊരു പുതിയ കൺസെപ്റ്റാണ്, നമുക്ക് സിനഡിനും പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് വത്തിക്കാനക്കാരൊന്നും ബിഷപ്പ് പറഞ്ഞില്ല, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ എന്നോട് ഇപ്പോഴത്തെ പിതാവ് അന്ന് അച്ഛനാണ്, അദ്ദേഹം എന്നെ മാറ്റിയെടുത്ത് പറഞ്ഞിടൂ ഇത് മൊത്തം കറക്റ്റ് ചെയ്ത് ഈ ബുക്കാക്കി ഒരു എൽഡർ പ്രീസ്റ്റിനെ കൊണ്ട് കേരളത്തിലുള്ള എൽഡർ പ്രീസ്റ്റിനെ കൊണ്ട് കൺകറൻസ് വാങ്ങിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആണ് ഇപ്പോൾ അന്ന് എന്നോട് പറഞ്ഞ ആനാവറമ്പള്ളി തിരുമേനിയാണ് ഇപ്പോൾ ബിഷപ്പായിരിക്കുന്നത്. അപ്പം അങ്ങേർക്കത് അന്ന് അങ്ങേര് ആരുമല്ല രൂപതയിൽ. പക്ഷെ അങ്ങേരിങ്ങനെ പറഞ്ഞ് ഞാനത് 300 പേജുള്ള പ്രൈമറി റിപ്പോർട്ടാണ് ബിഷപ്പിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിരുന്ന് ചിന്തിക്കും. കാര്യം നമ്മൾ അന്ന് മുതൽ 1.5 കിലോനുള്ള 105ഓളം തിരികൾ വാങ്ങിച്ചാണ് ആൾക്കാർക്ക് ഈ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തത്. പ്രാർത്ഥിക്കണത് 23-ാം തീയതിയാണ് കൊടുത്തത്, എൻ്റെ ഓർഡിനേഷൻ്റെ ദിവസം 2004 ഡിസംബറിന്. ദുരന്തം ഉണ്ടായത് ഡിസംബർ 26. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് സുനാമി ഉണ്ടാകുന്നത്. അമ്മ കാണിച്ച 10:08 തന്നെ സംഭവിച്ചു. 8 മണിക്ക് വരണം, 10 മണിക്ക് വരണം. പക്ഷേ അതല്ല ഞാൻ ഓർത്തത്, അതുകൊണ്ട് ഉള്ള ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിരിക്കും. അത് കാരണം പിന്നെ ഇങ്ങനെ ധ്യാനത്തിലൊക്കെ സാക്ഷ്യം പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഈ പള്ളി വന്നിരുന്ന് പള്ളി പണി പൂർത്തിയാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു 17 കൊല്ലമായിട്ട്.
ഈ ക്രൈസ്തവ സഭയുടെ കലകളുടെ എല്ലാം ഒരു എൻസൈക്ലോപീഡിയ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് 2008 സീനിയർ ഫെലോഷിപ്പ് തന്നതാണ് ആ പ്രോജക്റ്റിന്. എൻ്റെ അത്രയും നാളുള്ള വർക്ക് വിലയിരുത്തിയിട്ട് പ്രോജക്റ്റ് 2.5 ലക്ഷം രൂപ സീനിയർ ഫെലോഷിപ്പ് തന്നു, 2 ലക്ഷം രൂപ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേരളം മുഴുവൻ പോയി പഠിച്ചിട്ട് എൻസൈക്ലോപീഡിയ ചെയ്ത്. എൻസൈക്ലോപീഡിയ ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി എനിക്ക് അവാർഡ് തന്നു ആ എൻസൈക്ലോപീഡിയയ്ക്ക്. പക്ഷേ ആദ്യം ആ എൻസൈക്ലോപീഡിയ ചെയ്തപ്പോൾ ഞാൻ തഞ്ചാവൂർ കൊണ്ടുപോയി സബ് സോൺ കൾച്ചർ സെൻ്ററിൽ കൊടുത്തിട്ട് ഈ കാര്യം ഇങ്ങനെ ഇനി ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ആ കാര്യം വർഷങ്ങളായിട്ടുള്ള ഇതിൻ്റെ ആട്ടപ്രകാരങ്ങളും അതിൻ്റെ സംഗീതം, അതിൻ്റെ സാഹിത്യം, എത്രയോ ജന്മം ഞാൻ പഠിച്ചതാണത്. ഒരു 25 കൊല്ലം പഠിച്ചതാണ്. അപ്പോൾ അത് ആ പുസ്തകം മധുരയ്ക്ക് അയച്ചു കൊടുത്ത് മധുര ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തന്നു. ഡോക്ടറേറ്റ് ഭയങ്കര ഫംഗ്ഷനായിരുന്നു. ഞങ്ങൾ 5 പേര് ഇവിടുന്ന് പോയി ഹോട്ടലിൽ താമസിച്ച് ഡോക്ടറേറ്റ്, ആ ഡോക്ടറിൻ്റെ ബിരുദത്തിൻ്റെ പദവിയും തൊപ്പിയും വസ്ത്രങ്ങളും പിന്നെ അതിൻ്റെ ലിഖിതങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി ഭയങ്കര ഫംഗ്ഷനായിരുന്നു. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിമാർ ആണ് തന്നത്. അപ്പോഴെനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഞാൻ ഹോട്ടലിൽ കിടന്നപ്പോൾ ഭയങ്കരമായ സന്തോഷം. കാര്യം ഞാൻ അരഞ്ഞു കെട്ടി നടക്കുന്ന കാലത്ത് ഭയങ്കര രോഗവും കഷ്ടപ്പാടും കാശില്ലായ്മയും ഇടവകയിൽ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കാര്യം ഞാനിങ്ങനെ കറങ്ങി നടക്കുകയല്ലേ, ഇത് ഇതിൻ്റെ പറയില്ലേ. അപ്പം ഈ വികാരിയുമാണ്. അപ്പോൾ കുറേ സഭയിൽ നിന്നും അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ ഞാൻ ഒത്തിരി കുത്തുന്നോടൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നാലും അമ്മ ഇവിടെ കൊണ്ട് എത്തിച്ചല്ല എന്ന് ഓർത്തപ്പോൾ ഞാൻ വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ട് ഹോട്ടലിൽ, തങ്കച്ചനുണ്ട്, സണ്ണിയുണ്ട്, മാനേജറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ ഇത് കണ്ടല്ലേ, നമ്മളാരും ഒന്നും ചെയ്തില്ല. പള്ളി പണി തീർന്നപ്പോൾ അമ്മ തന്ന സമ്മാനമാണ്. കാര്യം അമ്മ ഒരു സംഭവമാണ് മക്കളെ. അതാണ് നിങ്ങളിപ്പോൾ പോകാൻ പോകുന്നതുകൊണ്ട് പറഞ്ഞണം, നിങ്ങൾ ആളെയും കൊണ്ടേ പോകാവൂ. ഞാൻ ഈജിപ്തിലെ കാര്യം പറഞ്ഞില്ലേ, ഈജിപ്തിലെ കാര്യം പറഞ്ഞ് ഞാൻ ആ 10 ദിവസവും ജവമാർ തന്നെ ചെല്ലില്ലേ, ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് അമ്മ ഒളിച്ചു താമസിച്ച വീട്ടിൽ പോയി. എവിടെയാ? ഈജിപ്തിൽ. ഇപ്പോഴും ഉണ്ടത് ആ വീട്. ഒരു പള്ളിയാണ് ഇപ്പം നമ്മുടെ കയ്യിലില്ല, കോപ്റ്റിക്കാരുടെ കയ്യിലാണ്. ഇപ്പം ഞാൻ അവിടെ പോയിരുന്ന കൊന്തയിലിട്ട് ഞാൻ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങി. വെളുപ്പിന് 3 മണിക്ക് പെട്ടെന്ന് അമ്മയും 4-5 ആൾക്കാരും കൂടി ഇങ്ങോട്ട് വന്ന്. ഞാൻ ഉറങ്ങിക്കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിയായപ്പോൾ ഉറക്കം തീർന്ന് കണ്ണും തുറന്ന് കിടക്കണ പോലെയാണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് നല്ലവണ്ണം അറിയാം ഉറക്കമല്ലത്. അമ്മ അമ്മ ഇങ്ങനെ നമ്മളെ ഈ ഡോക്ടർമാർ നല്ല പവറിൽ വാർഡ് വിസിറ്റിന് വരുന്ന പോലെ ഒരു പരിവാരവുമായിട്ട് ഇങ്ങനെ വളരെ അഡ്ഢതയോടെ ഇങ്ങനെ കയറി വരികയാണ്. അപ്പം ഞാനിങ്ങനെ കിഴക്കോട്ട് തലയും വെച്ച് പടിഞ്ഞോട്ട് നോക്കി കിടക്കുകയാണ്. അമ്മ എൻ്റെ നേരെ ഇങ്ങനെ വന്നു വെച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ അമ്മയെ വരണം, അതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാനാണെങ്കിൽ 10 ദിവസത്തെ പ്രാർത്ഥന കാരണം ആന്തരിക അഭിഷേകം പ്രാപിച്ച് കിടക്കുകയാണ്. അതാണ് ഞാനീ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന തന്നെയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സൽപ്രവൃത്തിയും പ്രാർത്ഥനയുമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ ചിലർ പറയുമേ സൽപ്രവൃത്തി ചെയ്യണത് വേറെ വിഷയം. ഇപ്പം അത് ഭക്ഷണം, വെള്ളമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥനയാണ്. വെള്ളം മാത്രം കുടിച്ച് നമുക്ക് കുറേ നാൾ ജീവിക്കാം. ഭക്ഷണം കഴിക്കാതെ 1 വർഷം വേണേൽ ജീവിക്കാം. അപ്പോൾ അപ്പോൾ രണ്ടും 2 വിഷയമാണ്. അപ്പോൾ ഞാനെങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മ കൊണ്ട് 4 വിരൽ നേരെ വന്നിട്ട് വായിലോട്ട് കുത്തി ഇറക്കി. അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യെ കയറി പിടിച്ചു. അപ്പോൾ എൻ്റെ കയ്യെ ഞാൻ പിടിക്കണ പോലെ അത്രയും സ്പർശ്യമാണ്. നമുക്കിപ്പോൾ ആളെ നല്ല പൂ പോലെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പിടിക്കുകയും ചെയ്ത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴുണ്ട് അമ്മയുടെ കണ്ണിൽ നോക്കിയപ്പോഴാണ് അമ്മയുടെ കണ്ണിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് 2 പേര് വേറെ കിടക്കുന്നുണ്ടെന്നും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഔസേപ്പിതാവാണ് കിടക്കുന്നത്. പക്ഷേ ആ കക്ഷിയെ എനിക്ക് പരിചയമില്ല. കാര്യം ഞാൻ എൻ്റെ മനസ്സിലുള്ള ഔസേപ്പിതാവല്ല, പക്ഷേ ആത്മാവ് പറയുന്നുണ്ട് അങ്ങേരെ ഔസേപ്പിതാവാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ കിടക്കുന്നത് ജോൺ മരിയ വിയാനിയാണ്. പക്ഷേ പുള്ളിക്കാരനെ ഞാനവിടെ അത്ര അടുപ്പമില്ല. കാര്യം ഇയാളുടെ കുമ്പസാരക്കാരനായ കാരണം ഞാൻ എൻ്റെ പൗരോഹിത്യ കാലം തന്നെ ഇയാളോട് ഗുഡ് ബൈ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ കുമ്പസാരമൊന്നുമല്ല, സമ്പൂർണ്ണമായിട്ട് ബൈബിൾ ദൈവത്തെ കൂടെ. അതിൻ്റെ അകത്ത് സമരമുണ്ട്, അവകാശ പോരാട്ടമുണ്ട്, പ്രാർത്ഥനയുണ്ട്. കുറേ സമ്പൂർണ്ണമായ സുവിശേഷം കൊടുക്കുമ്പോൾ ഈ കുമ്പസാരം മാത്രമേ നിങ്ങൾ എൻ്റെ മോഡലല്ലെന്ന് അന്നേ പറഞ്ഞ് ഇന്നും എടുത്തിട്ടില്ല. അങ്ങേരാ വികാരിച്ചന്മാരുടെ മാതൃകയാണ്, പക്ഷേ എടുക്കത്തില്ല. കാരണം എൻ്റെ മനസ്സിലൊക്കെ സെബസ്ത്യാനോസാണ് കിടക്കണത്. ഒരു മുറിവുകൾ വകവെക്കാതെ പടവെട്ടുന്ന സാധനമാണ്. യവനി ഭയങ്കര കൃപയായിരിക്കും. മറ്റത് കുമ്പസാരക്കൂട്ടി ചുമ്മാ ഇരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും എനിക്ക് മോഡലല്ല. സെബസ്ത്യാൻ മോഡലാണ്. സെബസ്ത്യാൻ ജയിലിലും പോകും, രോഗശാന്തി പ്രാർത്ഥന നടക്കും, വചനപ്രഘോഷണം നടക്കും, കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്.
അപ്പോൾ ഞാൻ കൊണ്ടു നടക്കുന്നത് എൻ്റെ ഫീൽഡിൽ മധ്യസ്ഥൻ എന്ന് പറയുന്നത് സെൻറ്റ് സെബാസ്റ്റ്യനാണ്. എൻ്റെ മുറിയിലും ബെഡ്റൂമിലും എൻ്റെ ഓഫീസ് റൂമിലും ഒക്കെ എല്ലാം സെൻറ്റ് സെബാസ്റ്റ്യൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അമ്പേറ്റ സെൻറ്റ് സെബാസ്റ്റ്യൻ, അമ്പേറ്റ സെൻറ്റ് സെബാസ്റ്റ്യൻ, മരിക്കാത്ത സെൻറ്റ് സെബാസ്റ്റ്യൻ. അർത്തിങ്കിലാണെങ്കിൽ എല്ലാ മാസവും പോയി വെറുതെ നോക്കിക്കൊണ്ടിരിക്കും കുറേ ദിവസം. അതായത് നമുക്ക് ഭക്തി വിശ്വാസം ഉണ്ടെങ്കിൽ വായിട്ട് അലക്കേണ്ട കാര്യമില്ല. വെറുതെ നോക്കിയിരുന്നാൽ മതി. വെറുതെ നോക്കിയിരുന്നിട്ട് എഴുന്നേറ്റ് പോരും. വെറുതെ നോക്കിയിരുന്നിട്ട് ആ കഴുത്തിൽ ആഴ്ന്നിറക്കുന്ന അമ്പ് ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നിട്ട് പോരും. ഒരു പ്രെയറാണത് ശരിക്കും. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്തൊരാളെ തന്നെയാണ് ഇത്. പക്ഷേ ഇത് രണ്ടും കഴിഞ്ഞിട്ട് പെട്ടെന്ന് അമ്മ പോവുകയും ചെയ്തു. അമ്മ ഇരുട്ടിൽ മറയണൊക്കെ നമുക്കറിയാം, നല്ല ശരിക്കറിയാൻ പറ്റും. ഞാനാണെങ്കിൽ വല്ലാത്ത ഒരു ട്രാൻസിലായിപ്പോയി. കാര്യം നമ്മൾ ആദ്യമായിട്ടല്ലേ അമ്മ തൊടണത്. ഞാനിവിടെ കാണുകയല്ലേ ചെയ്തുള്ളൂ. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒന്ന് തൊട്ടാൽ കൊള്ളാമായിരുന്നു, വിചാരിച്ച് തൊടാൻ പറ്റുമായിരുന്നു. കാര്യം എനിക്ക് കയ്യെത്തി തൊടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പേടിച്ച് പോയ കാരണം തൊടാൻ പറ്റിയില്ല. പക്ഷേ ഈജിപ്തിൽ വെച്ച് അമ്മ വന്ന് തൊട്ട്. അമ്മ വന്ന് അപ്പം ഞാൻ വിജയകുമാരനോട് രാവിലെ എഴുതി. അപ്പം തൊട്ടതല്ല പ്രശ്നം, എനിക്ക് വട്ടായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിന് 3 മണിക്കാണ് ഈ ഒരു സംഭവം. സംഭ്രാന്തിയൊരു ആനന്ദ ലഹരി ഞാൻ ചാടി പുറത്ത് വീണ് ഭ്രാന്തി പിടിച്ചതിനെ പോലെ ഇരുട്ടത്ത് കിഴക്കോട്ട് ഓടി ചെങ്കടലിലോട്ട്. ചെങ്കടൽ ചെന്നപ്പോൾ നല്ല കാറ്റ്, കടലിങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്, ഇരുട്ട് തീരണില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ഉന്മാദം കൊണ്ട് കടലിലോട്ട് നീന്തി തുട വരെ വെള്ളമായപ്പോൾ ഞാനത് കറുത്ത പോലെ ചൊരക വന്ന് ഞൊട്ടിയെടുത്ത എന്ത് ചെയ്യും. അപ്പോൾ ചാടി പേടിച്ച് വീണ് കരക്ക് ശ്വാസം പൊട്ടി കരക്ക് വീണ് അണച്ച അവിടെ കിടന്നു. പിന്നെ അവിടെ നിന്ന് പതുക്കെ നടന്നു പോന്നു. അതായത് വേറെ അതായത് ഒരു നമ്മൾ ഭയങ്കര സംഭവമില്ല നടന്നത്. ഞാൻ വിജയകുമാരനോട് പറഞ്ഞു ഇങ്ങനെ രാത്രി സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ വിജയകുമാരൻ കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നു. ഞാൻ എന്താ നിങ്ങൾ മിണ്ടായിരിക്കണം? അല്ല അമ്മ എന്നെ കണ്ടില്ലല്ലോ. കാര്യം പുള്ളിക്കാരന് എന്നെപ്പോലെ അമ്മയെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അവനെ പുള്ളിക്ക് ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സമയത്തെല്ലാം ഫോൺ വിളിച്ച് നടന്നാൽ കുഴപ്പമുണ്ടായിരുന്നു, പ്രാർത്ഥിച്ച് നടന്നാൽ മതിയായിരുന്നു. ഭയങ്കര ഫോൺ വിളിക്കുകയാണ്. ബിസിനസ്സുകാരനെ കാരണം എപ്പോഴും ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കുറച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഞാൻ മൊബൈൽ ഒരു 10-600 കോൾ വരും, ഞാൻ എടുക്കത്തില്ല. ഇപ്പം എന്താ എടുക്കാനാണെങ്കിൽ നമുക്ക് പ്രെയർ ചെയ്യാൻ പറ്റത്തില്ല, ഏകാഗ്രത കിട്ടത്തില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ അത് കാരണം 5 ഫോൺ വെച്ചിരിക്കുകയാണ് ഇപ്പം. കാര്യം ഒരു കാരണവശാലും ആൾക്കാർക്ക് പ്രാർത്ഥന നഷ്ടം വരരുത്. കാര്യം മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ഞാൻ പറഞ്ഞു സീരിയസ് വിഷയമൊക്കെ എന്നെ ഏൽപ്പിക്കണം. ചില ആൾക്കാർക്ക് സീരിയസ് വിഷയമല്ലേ, ചില ആൾക്കാർ ഫോൺ വിളിക്കുമെങ്കിലും സീരിയസ് അല്ല. ഞാനൊരു ഇടവകയിൽ നിന്ന് പോയ സമയത്ത് 3 ദിവസം ധ്യാനിപ്പിക്കാൻ 3-ാം ദിവസം ചെല്ലുന്നപ്പോൾ പറഞ്ഞു, ഒരു വലിയമ്മ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചു. ഇടവകയിൽ നിനക്കറിയാമല്ലോ അധികാരമാണ്, ഭയങ്കര സ്നേഹം കൊണ്ട് അധികാരം. അപ്പോൾ അത് ഭയങ്കര മധുരമാണ് ശരിക്കും. അത് നമ്മളോട് ചൂടാകുന്നവർ വെറും ഉള്ളിൽ നമ്മളോട് സ്നേഹം കീപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് പറ്റിയാ മച്ചി, എന്ത് പറ്റിയെന്നാ? എൻ്റെ ചരുവനും കൊണ്ട് പട്ടി പോയെന്ന് പറഞ്ഞു. അത് സത്യമാണ്. ഒരു പട്ടി വന്നിട്ട് രാത്രി അവരുടെ ചരുവൻ കടിച്ചുകൊണ്ട് പോയി കാട്ടിക്കൊണ്ടേ വെച്ച്. അവരത് നോക്കണതിന് പകരം എന്നെ നോക്കി വന്നിരിക്കുക. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് പറയണം ചരുവൻ എവിടെയാണെന്ന്. നല്ല പരിപാടിയായി. 3 ദിവസം വന്ന് ഞാൻ പറഞ്ഞു ഇനിയും സമയമുണ്ട്, ഇപ്പോൾ പോയി നോക്കാൻ പറഞ്ഞു. അപ്പം മുഞ്ചക്കാട്ടിൽ നിന്ന് സാധനം കിട്ടി. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാർക്ക് കൈ നനയാതെ മീൻ പിടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ചില ഫോണൊക്കെ പൊട്ട ഫോണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സീരിയസ് വിഷയം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ഇപ്പോൾ ഓപ്പറേഷൻ കേസൊക്കെ ഉണ്ടല്ലേ. അപ്പം എൻ്റെ മക്കളെ ഇതേപോലെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ബിഷപ്പ് എന്നെ വിളിപ്പിച്ച് ഉടനെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിതാവിനെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്, കാര്യം വന്നിട്ട് നന്ദി പറയണ്ടേ പോയി. പിതാവിൻ്റെ ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എങ്ങോട്ടാണ് പിതാവ്? ഞാൻ അച്ഛൻ്റെ പള്ളിയുടെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത പള്ളി ഇവിടെ ഒരു പള്ളിയുണ്ട്, അപ്പോൾ എനിക്ക് സൗകര്യമല്ല പ്രശ്നം. അവിടെ ചെന്നപ്പോഴാണ് പണി കിട്ടിയത്. പുതിയ പള്ളി ചാലെടുക്കാൻ ചെന്നപ്പോഴുള്ള കുഴപ്പമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു പരിചയമില്ല. വന്നിട്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് അഡ്വാൻസിൽ പറയുകയാണ്. പിന്നെ പള്ളി കൊടുക്കാനുള്ള കാശൊക്കെ ഞങ്ങൾ കൊടുത്ത് കാശും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വരാമെന്നൊക്കെ. പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് കൊടുക്കാനുണ്ടായിരുന്ന കാശ് ഓഹരി അപ്പം ഇരുന്ന അച്ഛൻ മൊത്തം ആൾക്കാർക്ക് ഓഹരി മേടിച്ച്. ഒരു പൈസയും ആൾക്കാർ തരാനില്ല ഇനി.
അപ്പോൾ ഞാനെങ്ങാനും രണ്ടാമത് പിരിവ്, ഞാൻ ചാർജ് പോലും എടുത്തിട്ടില്ല, അഡ്വാൻസായിട്ട് എൻ്റെ അടുത്ത് റോഡ് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ് വീട്ടിൽ കാശ് ഈ പരിപാടിയും പറഞ്ഞിട്ട് വരരുത്. ഞാൻ പറഞ്ഞ് ഒന്നും മിണ്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കേട്ടല്ല, പരിപാടി കേട്ടല്ല, വന്ന് ഇറങ്ങി ചാർജ് എടുത്തില്ല, അതൊക്കെ പണിയായെന്ന് പറഞ്ഞു. അത് കുറച്ച് ആൾക്കാരുടെ മൈൻഡാണ്, അവർക്ക് പേടിയാണ്. ഇനിയും കാശിന് വേണ്ടി രണ്ടാമത്തെ അച്ഛൻ വന്നിട്ട് രണ്ടാമത്തെ പിരിവ് നടത്തുക എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ വന്ന് പള്ളിയിൽ വന്ന് ചാർജ് എടുത്തിട്ട് കപ്പേരനോട് പറഞ്ഞ് ഇടവക ഈ ചാർജ് എടുക്കുന്ന സക്കാര് തുറന്നിട്ട് നമ്മൾ അടച്ച് താക്കോല് തിരികെ ഏൽപ്പിക്കണതാണ് ഒരു ഫംഗ്ഷൻ. കണക്കും കാര്യമൊക്കെ നേരത്തെ രൂപത നമുക്ക് ശേഷമുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അത് നമ്മളെ കൈപ്പറ്റി അതിൻ്റെ ബാലൻസ് വാങ്ങിച്ചിട്ട് എല്ലായിടത്തും ഒപ്പിട്ട് കൊടുത്ത് കണക്ക് അത് നേരത്തെ വെക്കും നമ്മൾ. അപ്പോൾ കപ്പേരനോട് പറഞ്ഞ് മധ്യസ്ഥനെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പരിപാടി ഉണ്ടല്ലോ. കാര്യം ചാർജ് എടുക്കുമ്പോൾ ആ പള്ളിയുടെ മധ്യസ്ഥൻ ആരാണ് അവിടെ പോയി മുട്ട എന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ മധ്യസ്ഥൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഒരു ഷെഡിലാണ് മധ്യസ്ഥൻ ഇരിക്കുന്നത്. കാര്യം പള്ളി പണിതുകൊണ്ടിരിക്കണ കാരണം ഷെഡിലെ കുർബാന. ഞാൻ മധ്യസ്ഥൻ്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നപ്പോൾ കൈകുപ്പി നിൽക്കണ എടാ ഇങ്ങേരെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. സംഭവം ഔസപിതാവാണേ. കാര്യം എൻ്റെ മനസ്സിലുള്ള ഔസപിതാവല്ല, പക്ഷേ ഇത് ഔസപിതാവാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിൽ ഇങ്ങേരെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈജിപ്തിൽ കിടന്ന് ഉറങ്ങിയത് ഈ കക്ഷിയായിരുന്നു, കറക്റ്റ് കക്ഷിയായിരുന്നു. അപ്പം എനിക്ക് സംഭവം ഓടിത്തിരിഞ്ഞു. എന്താണ് ഇപ്പുറത്ത് കിടന്നത്? ആരാ? വികാരിയുടെ പേട്ടറാണ്, വികാരിച്ചന്മാരുടെ മധ്യസ്ഥനാണ്. അപ്പം അമ്മ ട്രാൻസ്ഫറാണ് തന്നിരിക്കണത്. ഈ ഔസപിതാവിനെ പള്ളിയോട് നിന്ന് വികാരിയായിട്ട് അപ്പോയിൻ്റ് ചെയ്യും. എനിക്ക് ഐഡിയ പിടികിട്ടിയപ്പോൾ എനിക്ക് തന്നെ ധൈര്യമായി. ഞാൻ പറഞ്ഞു നമ്മൾ പള്ളി പണിയും, പക്ഷെ ഒരു മനുഷ്യൻ്റെ വീട് ഞാൻ വരത്തില്ല, അമ്മ പള്ളി പണിയുമെന്ന് പറഞ്ഞു. കാര്യം അമ്മയാണല്ലോ ചാർജ് ചെയ്തിരിക്കുന്നത്, നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോഴാണ് ആൾക്കാർ പറഞ്ഞു ഒറ്റ പൈസ തരത്തിലൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ആൾക്കാർ നല്ല സൂപ്പറായ മനുഷ്യരാണ്, നല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞല്ല, എനിക്ക് 5-6 കൊല്ലം ഞാൻ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഈ മെയ്ക്കല്ലാതെ ഞാൻ ആൾക്കാരിൽ നിന്ന് കാശും പറഞ്ഞ് വരത്തില്ല. അമ്മ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിങ്ങൾ പള്ളി പണിയാനുള്ള കാശ് തരുമെന്ന് പറഞ്ഞു. 1 കോടി രൂപ വേണം. ആ 10-100 വീട്ടുകാരേ ഉള്ളു. 100 വീട്ടുകാരും ഒരു അധികം കാശുള്ളവരാരും ഇല്ല. അപ്പോൾ അവർക്ക് എന്നാണ് 1 കോടി രൂപ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഞാനാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോകത്തുമില്ല. എന്താ പോകത്തില്ലാത്ത കാര്യം? നമുക്കറിയാം അമ്മ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയമാണ്. നിങ്ങളെ ഇവിടുന്ന് തിരിച്ചു പോരുമ്പോഴേ നിങ്ങളിത് കേട്ടിട്ട് വേണം പോകാൻ. നമ്മുടെ ജീവിതം അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, നിങ്ങളാണ് കോംപ്ലിക്കേറ്റഡ് ആക്കണം. അമ്മ ഉണ്ടെങ്കിൽ ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആകത്തില്ല. അമ്മയ്ക്ക് എവരിത്തിങ്ങിന് അധികാരമാണ്, ഭയങ്കര പണ്ടാര അധികാരമാണ്, ദൈവം തിരിഞ്ഞു നോക്കാത്ത അധികാരമാണ്. അമ്മ ഒരു സൈൻ അങ്ങോട്ട് ഇട്ട് പോയാൽ പിന്നെ അവിടെ കൗണ്ടർ സൈൻ ഇടാൻ ആരും ഇല്ല സ്വർഗത്ത്. അമ്മ ഒരു സൈൻ ഇട്ട് പോയാൽ കൗണ്ടർ സൈൻ ഇടാൻ, അവിടെ റിമാർക്ക് ഇടാൻ സ്വർഗത്തിൽ ആരുമില്ല. അതാണ് അമ്മ. എനിക്കതറിയാം. പിന്നെ ദൈവമേ പൈസ തരത്തില്ല കൊടുത്തു പോയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കൊണ്ടുവന്ന് 25,000 30,000 ഒക്കെ തരാൻ തുടങ്ങി. ഞാൻ ഈ പൈസ അവിടെ നിന്ന് കിട്ടി. എൻ്റെ അച്ഛാ 8 കൊല്ലം മുമ്പ് എൻ്റെ കമ്പനിയിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ട കാശാണ്, അരിയറാണ്. ഞാനതിന് വേണ്ടി പണ്ട് 2-3 കൊല്ലം മുമ്പ് വരെ നടന്ന് ഞാൻ നടപ്പ് നിർത്തി പോകുന്നതാണ്. ഇത് ഇപ്പോൾ കമ്പനി വിളിച്ച് കാശ് തന്നെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ തന്നതാളെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഓഹരി പള്ളിക്ക് തന്നേക്കാൻ ചെയ്യുന്നത്. ഞങ്ങൾ പള്ളി പണി തീർത്ത് ഒരു മാസമായി പള്ളി പണി തീരാൻ പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റി മധുര യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചത്. പള്ളി പണിയും കഴിഞ്ഞ ശേഷം നേരെ ഡോക്ടറേറ്റ് വാങ്ങിക്കാൻ പോയി. ഡോക്ടറേറ്റ് വാങ്ങിച്ച് രാത്രി ഹോട്ടലിൽ കിടന്നപ്പോൾ വിജയകുമാരോട് പറഞ്ഞു, വിജയകുമാറെ ഇവിടം വരെ എത്തിച്ചത് അമ്മയാണ്. അമ്മ ഇനിയും നമ്മുടെ കാറ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അമ്മപ്പള്ളി ഉണ്ടാകുന്ന നോക്കിയിട്ട് പോയി താങ്ക്സ് പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ നാട്ടിൽ പോണ പ്രശ്നമുള്ളൂ. അപ്പോൾ വിജയകുമാർ പറഞ്ഞ് നിങ്ങൾക്ക് വാടിപ്പെട്ടി പോകാം, 30 കിലോമീറ്ററേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ വാടിപ്പെട്ടി വരെ വെളുപ്പിനെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് റെഡിയാക്കി വാടിപ്പെട്ടി വരെ ഞങ്ങൾ 6 പേരും കൂടി ഇരുന്ന് കൊന്തയിലേക്കാണ്. കൊന്തയിൽ വാടിപ്പെട്ടി ചെന്ന് അപ്പോൾ ഈ വിജയകുമാറും തങ്കച്ചനും സണ്ണി എല്ലാം കൂടി കയറി പ്രാർത്ഥിച്ച്. പക്ഷേ എൻ്റെ കൈയും കാലം തളർന്നുപോയി, പ്രാർത്ഥിക്കാൻ പറ്റിയില്ല.
ഞാൻ വാടിപ്പട്ടി പള്ളി പുറത്ത് ഇങ്ങനെ ഒരു മന്ദബുദ്ധിയെപ്പോലെ നിൽക്കുകൻ. അപ്പോൾ വിജയകുമാർ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ കുർബാന തുടങ്ങാൻ പോണ്, നേർച്ചയിട്ടിട്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മിണ്ടണില്ല. ഞാൻ വിജയകുമാറിന് 1000 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തു. പിന്നെ നിങ്ങൾ കൊണ്ടുപോയി നേർച്ചയിട്ടിട്ട് വാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തങ്കച്ചൻ ചോദിച്ച്, അച്ഛാ എന്തോ നമ്മൾ അമ്മയുടെ അടുത്ത് നന്ദി പറയാൻ വേണ്ട വന്നതല്ലേ? അപ്പോൾ സാധാരണ നേർച്ചയിടാൻ എനിക്ക് കാശ് വിജയകുമാറാണ് തരണത്. ഇപ്പോൾ വിജയകുമാർ വാ വിളിക്കണം, ഞാൻ പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. അയാൾ നേർച്ചയിട്ട് വന്ന് എന്നിട്ട് തങ്കച്ച കയറി പോകാമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കയറാൻ വന്ന് പള്ളി കയറാതെ തിരിച്ചു പോകുന്നു. അപ്പോൾ വിജയകുമാർ പിന്നെ ഇവിടെക്കാർക്ക് മിണ്ടാട്ടമില്ല. കാര്യം എൻ്റെ ഫീസ് അടിച്ചു പോയ കാരണം ഇവരാരും മിണ്ടണില്ല. വിജയകുമാർ കോയമ്പത്തൂരേക്ക് പോയി. തിരിച്ച് വരുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തങ്കച്ചനോട് ഞാൻ തങ്കച്ച അമ്മ ആപ്പടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പ്രശ്നം? അല്ല, അമ്മ വാടിപ്പെട്ട് ചെല്ലുമ്പോൾ പറയണത് ഇപ്പം മനസ്സിങ്ങനെ വേദനിപ്പിക്കുകയാണ്. അതായത് ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നീ ഇന്ന് വരെ ആരെയൊക്കെ പേടിച്ചിട്ട് ഈ വിഷയം നീ കൈകാര്യം ചെയ്തിട്ടില്ല. ഇത് കൈകാര്യം ചെയ്യാതെ നീ ഇതിൻ്റെ അകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. അതാണ് ഞാൻ കയറാഞ്ഞത്. അപ്പം ഞാൻ തങ്കച്ചനോട് തങ്കച്ച ഇതാണ് പ്രശ്നം. അപ്പോൾ തങ്കച്ചൻ പറഞ്ഞു, നമ്മളെന്ത് ചെയ്യാനാണ്? അച്ഛൻ സ്വന്തമായിട്ട് കണ്ട കാര്യമല്ലേ, അതിന് പ്രൂഫൊന്നുമില്ലല്ലോ. അച്ഛൻ സ്വന്തമായി, അപ്പം ഞാനും വിചാരിച്ചത് സ്വന്തമായിട്ട് കണ്ടതാണ്. തന്നെയല്ല അത് വേറെ ആരും കണ്ടില്ല. പിന്നെയല്ല അതൊരു സുനാമിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആ ഒരു ഇൻസിഡൻ്റൽ ബേസിൽ അത് പോയതാണെന്ന് വിചാരിച്ച്. ഇപ്പോഴെന്ത് ചെയ്ത് ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ഈ ക്ലോക്കുള്ള കാരണം എല്ലാവരും അറിയണമെന്നാണ് അമ്മ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ തങ്കച്ചനും പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാം, എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെ തുടങ്ങണമെന്നറിയാൻ പാടില്ല, എന്താ ചെയ്യണമെന്നറിയാം. ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഒരു പ്രെയർ വന്നു. ഞാൻ കാറിരുന്ന് മനസ്സിൽ പേരെല്ലാം ഓർത്ത് നാട്ടിൽ വന്നപ്പോൾ തന്നെ കടലാസിലാക്കി ആ പ്രെയർ ഉടനെ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് അമ്മയുടെ രൂപം കൊണ്ടുവന്ന് അമ്മ നിന്ന സ്ഥലത്ത് വെച്ച്, എന്നിട്ട് ധൂപിച്ചിട്ട് ഈ പ്രെയർ ചൊല്ലി ഈ പ്രെയർ ആൾക്കാർക്ക് കൊടുത്തിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട് അനുസ്മരിച്ചുകൊണ്ട് പ്രെയറാണ്. ആ പ്രെയർ ഒരുത്തം മേടിച്ചുകൊണ്ട് പോയി വൈക്കത്തൊരു ആശുപത്രി ഇവിടുന്ന് പ്രെയർ മേടിച്ചുകൊണ്ട് പോയി ആൾ രോഗിനെ കാണാൻ പോയി. ആ രോഗി അവരുടെ ബന്ധുക്കളുള്ള ചേട്ടൻ്റെ മകൾ ആരാണ്ടാണ്. അവളെന്ന് വെച്ചാൽ അവളും ആങ്ങളെയും കൂടി വീട്ടിലിരുന്നിട്ട് പെട്രോളിയം ജെല്ലി ആങ്ങളെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജെല്ലി ആയിപ്പോയി, പെട്രോളിൻ്റെ ക്രൂഡ് ഓയിൽ സാധനം ഇങ്ങനെ കട്ടിയായിപ്പോയി. അപ്പോൾ തീ വെച്ച് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെങ്ങൾ കളി കൂടാൻ വേണ്ടി ചെന്ന് തമാശ പറഞ്ഞ് ഇവർ തമ്മിൽ പൊട്ടിപ്പിടുത്തമായി പെട്രോളിയം ജെല്ലി തീ പിടിച്ച് ആ ജെല്ലി ഉൾപ്പെടെ ഇവിടെ കയ്യെ വീണ്, കൈ വെന്ത് പൊള്ളി, അത് നീര് വെച്ച് ഇവൾ കിടപ്പിലായി, ആശുപത്രിയിലായി. അപ്പോൾ അവൾ നിലയും പിടിച്ചുകൊണ്ട് അമ്മയുമായിട്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് അമ്മ, ഇനി എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ, വേലയെടുത്ത് തിന്നാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും മകളും കൂടി നിലവിളിച്ചുകൊണ്ടിരിക്കുക. കാരണം പൊള്ളി പഴുത്ത് ഇവിടുന്ന് ഇവിടം വരെ. അപ്പോഴാണ് ഇവർ ഈ ഇവിടുത്തെ പ്രാർത്ഥനയും കൊണ്ട് ചെല്ലണത്. പക്ഷേ പറഞ്ഞു, ഈ പ്രാർത്ഥന ചെല്ലിയാൽ മതി മോളെ എന്ന് പറഞ്ഞു. ഉടനെ അവർക്ക് അമ്മയും മകളും കൂടി പ്രാർത്ഥന സന്ധ്യയായപ്പോൾ ചൊല്ലി. അമ്മ താഴെ ഇരുന്ന് അവൾ കട്ടിലേക്ക് കിടന്ന് അമ്മയുടെ തോളയിൽ അവിടെ കൈവച്ച് കിടന്ന് അവൾ ഉറങ്ങിപ്പോയി. രാത്രി ഉറക്കത്തിൻ്റെ സമയത്ത് ഒരു സ്ത്രീ വന്ന ശേഷം ഇവളുടെ ഈ പൊള്ളി പഴുത്ത് മണം വെച്ചിരിക്കുന്ന കൈ മുകളിൽ തൊട്ട് താഴെ വരെ ഇങ്ങനെ തടകി ഇവൾ 2 മണിക്ക് എഴുന്നേക്കിയപ്പോൾ പെട്രോളിയം ജെല്ലിയുമില്ല, പാടുമില്ല, പഴയ കൈപോലെ ഇരിക്കും. ഇവൾ ചാടി എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞ് പിറ്റേ ദിവസം തിരക്കി പിടിച്ച് ഇവിടെ വന്നു. അന്ന് തുടങ്ങിയ സാക്ഷ്യമാണ് ഇന്ന് വരെ ഇങ്ങനെ കത്തിപ്പിടിച്ച് പോണത്. കൃപാസനം പത്രം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അത്ര വലിയ സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ മക്കളെ, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അമ്മയും കൊണ്ടുപോകാൻ വേണ്ടി, കൃപയുടെ ജീവിതം ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കണം. ഒരു 5 മിനിറ്റ് ഇപ്പം എന്താണ് സംഭവിക്കാൻ പോണത്, എങ്ങനെയാണ് നിങ്ങൾ കൃപ സ്വീകരിക്കാൻ പോകണമെന്ന് കൂടി പറഞ്ഞിട്ട് നമ്മൾ നേരെ ആരാധനയിൽ പ്രവേശിക്കുകയാണ്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ,
ആത്മാവേ 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 പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവേ ഈ നിമിഷം ഞങ്ങൾ വന്നു നിറയണമേ. അമ്മയിൽ നിറഞ്ഞ ആത്മാവേ വന്നു നിറയണമേ.